Okay. Okay. Good evening, students. എല്ലാവരും നിർബന്ധമായിട്ടും റെസ്പോണ്ട് ചെയ്യണം. ഇറ്റ് ഈസ് എ മസ്റ്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് റിക്വസ്റ്റ്. അപ്പൊ പിന്നെ ക്ലാസ് അത്രയും ലൈവ് ആയിരിക്കും എല്ലാവരും ഉണ്ടെങ്കിൽ. ഗുഡ് ഈവനിങ് ഹയ. ഗുഡ് ഈവനിങ്. സോ സം പീപ്പിൾ ആർ നൗ ഇറ്റ് സെൽഫ് sending messages. That is a positive sign. Good evening, good evening. Nutrition is actually a good name. Maran, good evening, good evening. Okay. ടുഡേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഭവം ഹെറിഡിറ്റി. പല ആൾക്കാരും ആവശ്യപ്പെട്ട ചാപ്റ്ററാണ്. ഹെറിഡിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ. സോ ഐ തിങ്ക് വി ക്യാൻ ഡിസ്കസ് ദാറ്റ് ഹെറിഡിറ്റി. ഓക്കെ, ഐ തിങ്ക് ഓഡിബിൾ ടു ഓൾ ആൻഡ് എവറിഥിങ് ഈസ് ഫൈൻ. ഓക്കെ, ഹനാൻ. ഓക്കെ, ന്യൂട്രീഷൻ. യെസ്. നിയ. ഓക്കെ ഓക്കെ ഓക്കെ. ഹയ. Enough. Happy. Then we can start with a story. ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കഥ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഒരു കഥയാണ്. എത്രത്തോളം അതിൻ്റെ അകത്ത് ശരിയുണ്ട് എന്ന് എനിക്കറിയില്ല. മേ ബി നമ്മുടെ ഇംഗ്ലീഷിന്റെ മിസ് ഇങ്ങനെ ഒരു കഥ ഉണ്ടോ എന്നുള്ളത് പറയായിരിക്കും. എനിവേ ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു us. ആ കഥയെ നമുക്ക് തുടങ്ങാം. എല്ലാവരും സജീവമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എക്സ്ക്യൂസ് മീ, 1 minute. ഓക്കെ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു വിഷയമുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. Yes. Now I think everyone can unmute. Yes, Feroz sir. Now it's okay actually. ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിനെന്തോ ഒരു ഓപ്ഷൻ ഇതാക്കി ഇട്ടിരുന്നു. അതുകൊണ്ട് കുട്ടികൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഓക്കെയാണ്. യു ക്യാൻ ക്യാരി ഓൺ സർ. ഓക്കെ, നമ്മളൊരു കഥയാണല്ലോ പറഞ്ഞു തുടങ്ങി. അപ്പൊ അത് വെച്ച് നമുക്ക് തുടങ്ങാം. അപ്പൊ എല്ലാവരും സജീവമായിട്ട് ഇരിക്കുക. ഇവിടെ ഉണ്ടാവണം. അത് മാത്രമല്ല, കഥ പോലെ നമുക്ക് അങ്ങനെ പോവാം. ഹെറിഡിറ്റി നമുക്ക് പഠിച്ച് സെറ്റാക്കി മാർക്ക് റെഡിയാക്കണം. അതിനെല്ലാവരും റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. അസീൽ. യെസ്. ഓക്കെ. ദെൻ അപ്പോ കഥ നടക്കുന്നത് നമ്മുടെ ഇംഗ്ലണ്ടിലാണ്. ബെർണാഡ് ഷോ ഫേമസ് ആയിട്ടുള്ള ഡ്രാമ എഴുത്തുകാരനാണ്. ആരെപ്പോലെ? ഷേക്സ്പിയറിന് ശേഷം എനിക്ക് പരിചയമുള്ള ഒരു അടിപൊളി ഡ്രാമ എഴുത്തുകാരനാണ് ജോർജ് ബെർണാഡ് ഷോ. അപ്പൊ അദ്ദേഹത്തിന്റെ നാടകങ്ങളൊക്കെ ഭയങ്കര ഹിറ്റായി. പണ്ട് സിനിമകളില്ലല്ലോ ആ കാലഘട്ടത്തിൽ. അപ്പൊ അത് ഭയങ്കര ഹിറ്റ് ആയപ്പോ അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് ഒരു അപ്രൈസൽ പ്രോഗ്രാം എന്നുള്ള നിലക്ക് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ ഇദ്ദേഹം കാണാൻ അത്ര ഭംഗിയുള്ള ആളല്ല, പക്ഷെ ഇന്റലക്ച്വലി ആള് പൊളിയാണ്, ഭയങ്കര. അപ്പോ പുള്ളിയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ച ചടങ്ങാണല്ലോ. അപ്പൊ ഒരുപാട് പേരുണ്ട്, സമൂഹത്തിലുള്ള ഉയർന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടി അദ്ദേഹത്തിനെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നു. അങ്ങനെ ആ ചടങ്ങിൽ വെച്ചിട്ട് എല്ലാവരും സംസാരിക്കുന്നു. അപ്പോ ഇദ്ദേഹത്തിന്റെ നാടകങ്ങളിലൊക്കെ അഭിനയിക്കുന്ന സുന്ദരിയായിട്ടുള്ള നായിക നടിയുണ്ട്. അപ്പൊ അവർക്കും ഒരു അവസരം കിട്ടി സംസാരിക്കാൻ. അപ്പൊ അവര് ഈ അവസരം കിട്ടിയപ്പോ അവര് പറഞ്ഞു, ബെർണാഡ് ഷോയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട ബെർണാഡ് ഷോ, നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. നിങ്ങൾ എന്നെ കല്യാണം കഴിക്കണം. നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചാൽ
എന്റെ ഭംഗിയും, ശ്രദ്ധിക്കണേ, അവര് നല്ല ഭംഗിയുള്ള ഒരു ലേഡിയാണ്, എന്റെ ഭംഗിയും നിങ്ങളുടെ ബുദ്ധിയുമുള്ള കുട്ടി ജനിക്കും. അങ്ങനെയാണല്ലോ അതിന്റെ ഒരു കണക്ക്. അപ്പൊ അങ്ങനെ ഒരു കുട്ടി ജനിക്കും. അങ്ങനെ കുട്ടി ജനിച്ചാൽ അവൻ ലോകത്തിന് മുഴുവൻ അഭിമാനമാവും എന്ന് ഈ നായിക നടി ആരോട് പറയാണ്? ബർണാഡ് ഷോയോട് പറയാണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ കിട്ടാനുണ്ട്. ഞാൻ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതിനുശേഷം ഇതിന്റെ മറുപടി പ്രസംഗത്തിൽ ബർണാഡ് ഷോ മനോഹരമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ബർണാഡ് ഷോ പറയുന്നുണ്ട്, ഭവതി ക്ഷമിക്കണം, ഞാൻ അതിന് തയ്യാറല്ല. കാരണം ഇൻ കേസ് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ ബുദ്ധിയും എന്റെ സൗന്ദര്യവുമുള്ള കുട്ടിയാണ് പിറക്കുന്നത് എങ്കിൽ അവൻ ലോകത്തിന് അപമാനമായി മാറിയാലോ. മലയാളത്തിലാണ് അഭിമാനവും അപമാനവും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുക. ബട്ട് ആക്ച്വലി ഞാൻ അതിലാണ് കൂടുതൽ ഹാപ്പി. എനിവേ, ഈ നടി പറഞ്ഞത് തന്നെയാണ് ഏറെക്കുറെ, അതായത് ഇവർക്ക് രണ്ടുപേർക്കും ജനിക്കാൻ പോകുന്ന കുട്ടിയെ പറ്റിയാണ് രണ്ടുപേരും പറഞ്ഞത്, അല്ലെ? ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പല ആൾക്കാർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഐഡിയ കത്തിയിട്ടുണ്ടാവും. അതായത് നായിക പറയുന്നു, ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചാൽ എന്റെ സൗന്ദര്യവും നിങ്ങളുടെ ബുദ്ധിയുള്ള ഒരു കുട്ടി പറക്കും. അതേ കാര്യം തന്നെയാണ് ബർണാഡ് ഷോ പറയുന്നത്, ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചാൽ എന്റെ സൗന്ദര്യവും നിങ്ങളുടെ ബുദ്ധിയുള്ള കുട്ടി പറക്കും. ഇത് രണ്ടുപേരുടെയും വാക്കുകൾ ഒന്നാണ്, അല്ലെ? സത്യല്ലേ? പക്ഷേ ഈ രണ്ട് കുട്ടിയും രണ്ടാണ്. പക്ഷേ ഈ രണ്ട് കുട്ടികളും ഈ രണ്ട് കോൺസെപ്റ്റും ഒരു കുട്ടിയെ പറ്റിയാണ് ഇവര് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എവിടേക്കോ എന്തൊക്കെയോ കണക്ഷൻസ് ഇല്ലേ? എവിടേക്കോ എന്തൊക്കെയോ സിമിലാരിറ്റീസ് ഇല്ലേ? ആ സിമിലാരിറ്റീസ് തന്നെ എന്താവുന്നുണ്ട്? വേരിയേഷൻസ് ആവുന്നുണ്ട്. ഞാൻ പറഞ്ഞ കഥ മനസ്സിലായെങ്കിൽ ഒരു തമ്പെങ്കിലും ഇടണം, ഒരു റെസ്പോൺസ് എങ്കിലും വേണം. എല്ലാവരും കൂടെ നിർബന്ധം. ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. റെഡിയാണോ? യെസ്. അസീൽ, ഓക്കെ. ദെൻ ആൻഹീറ, യെസ്. അസാൻ, ആൾക്കാരൊക്കെ പരിചയം വരുന്നുണ്ട് കുറച്ചൊക്കെ. യെസ് യെസ് യെസ്. ഓക്കെ, 3 പേര്. സോ ഹാപ്പി. അടുത്തതിൽ ആൾക്കാരുടെ എണ്ണം കൂടും റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതില് യെസ്, ഫർഹാന. ഇതിൽ സംഭവം എന്താന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, അല്ലെ? അതായത് മെഹ്റ, യെസ്, മെഹ്റക്ക് ഐഡിയ കത്തി. അപ്പൊ ഇവിടെ പാരന്റ്സുമായിട്ട് എന്തുണ്ട്? സിമിലാരിറ്റീസ്. റെഡിയല്ലേ? സിമിലാരിറ്റീസ് കാണുന്നുണ്ടോ? ഓക്കെ, എക്സ്ക്യൂസ് മീ. സിമിലാരിറ്റീസ് ഉണ്ട്. റെഡിയല്ലേ? അതായത് ഒരാളുടെ ബുദ്ധിയും മറ്റേയാളുടെ ഭംഗിയും, ഇത് സിമിലാരിറ്റിയാണ്. കുട്ടി, അതായത് ആരൊക്കെയായിട്ടുള്ള സിമിലാരിറ്റി? പാരന്റ്സും അതേപോലെ തന്നെ ഓസ്പ്രിങ്സുമായിട്ടുള്ള സിമിലാരിറ്റി. ആം ഐ റൈറ്റ്? റെഡിയല്ലേ? പക്ഷേ ഈ സിമിലാരിറ്റി തന്നെ എന്താണ്? മറ്റേ ആള് പറയുമ്പോൾ അതെന്താണ്? വേരിയേഷൻസ് ആണ്. അപ്പോൾ പാരന്റ്സിൽ നിന്നും ഓസ്പ്രിങ്സിലേക്ക് പോകുമ്പോൾ അവിടെ എന്തുണ്ട്? സിമിലാരിറ്റീസും ഉണ്ട്, വേരിയേഷൻസും ഉണ്ട്. പക്ഷെ നമ്മളെ ചാപ്റ്ററിന്റെ പേര് ഹെറിഡിറ്റി എന്നാണേലും ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ബിഗിനിങ്ങിൽ ഡിസ്കസ് ചെയ്യുന്ന സാധനം വേരിയേഷൻസ് എന്ന് പറഞ്ഞ സംഭവം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ് ഈ രണ്ട് സംഭവങ്ങൾ? സിമിലാരിറ്റീസിന് നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. സിമിലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? പാരന്റ്സിനെ പോലെയാണ് കുഞ്ഞുങ്ങൾ. ഒരാനയ്ക്ക് ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ ആനയെ പോലെയാണ് ആ കുഞ്ഞിരിക്കുന്നത്. പൂച്ചയ്ക്ക് ഒരു കുഞ്ഞുണ്ടാവുമ്പോൾ പൂച്ചയെ പോലെയാണ്. എനിക്കും നിങ്ങൾക്കൊക്കെ കുഞ്ഞുങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മളെ പോലെയുള്ള കുഞ്ഞുങ്ങളാണ് ഉണ്ടാവുക. ഇതിൽ വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം, നിങ്ങളിൽ എത്ര പേർക്ക് നിങ്ങളുടെ അതേ സ്വഭാവമുള്ള, നിങ്ങളുടെ അതേ രൂപമുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹമുണ്ട്? പല ആൾക്കാരും പറയും, വേണ്ട സർ, റിസ്ക്, അത് വേണ്ട. മോസ്റ്റ് പ്രോബബ്ലി അതായിരിക്കും ഉത്തരം. ചില ആൾക്കാരെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാവുകയും ചെയ്യും കേട്ടോ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. റെഡിയല്ലേ? സെറ്റ്. അപ്പോ പാരന്റ്സും ഓസ്പ്രിങ്സും തമ്മിൽ എന്തുണ്ട്? സിമിലാരിറ്റി ഉണ്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പ്, പാരന്റ്സിൽ നിന്നും എന്തോ ഓസ്പ്രിങ്സിലേക്ക് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? സംതിങ് ഈസ് ട്രാൻസ്മിറ്റിംഗ്, സംതിങ് ഈസ് ട്രാൻസ്ഫറിങ്. ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി. അപ്പോ ആ സിമിലാരിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഹെറിഡിറ്റി. റെഡി? വേരിയേഷൻസിനെ നമുക്ക് എന്തിനെ വിളിക്കാം? ഡിഫറൻസസ്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? വേരിയേഷൻസ്. ഇതാദ്യം നിങ്ങൾ ഉറപ്പിക്കുക. ഈ രണ്ട് സംഭവത്തിനെ പറ്റിയും പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ചിന്റെ പേരാണ്
ജനറ്റിക്സ്. റെഡിയാണോ? റെഡിയാണോ? ഇത് നമ്മൾ എക്സാമിനേഷന് മസ്റ്റ്. ഇതിൽ എന്തെങ്കിലും ഒരു സാധനം. ആരോ ഒരാളുടെ മൈക്ക് ഓണാണ്. യെസ്, ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്നൊക്കെ എന്ത് പേരാണ്. എന്നാലും ന്യൂട്രീഷൻ ആയതുകൊണ്ട് എനിക്കത് ഓക്കെ. വേറെ ആരുടെ പേര് കണ്ടു, ചിക്കൻ ഫ്രൈ. ഞാനൊരു കമന്റ് ഓൺലൈൻ ആയതുകൊണ്ട് വീട്ടുകാരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അതിന്റെ കമന്റ് എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് കമന്റ് ഞാൻ തിരിച്ചു തരുന്നില്ല. നിങ്ങൾ ക്ലാസ് കിട്ടട്ടെ, അപ്പൊ പറയാം. അപ്പൊ ഇവിടെ എത്തി ജനറ്റിക്സ്. അപ്പൊ ജനറ്റിക്സ് സത്യത്തിൽ ഇതിന്റെ പേരിലുണ്ട് കേട്ടാ, എല്ലാം പേരിലുണ്ട്. ഇതിലുണ്ട് ജീൻ ടിക്സ് ആണ്. യെസ്, ചിക്കൻ ഫ്രൈ. ജീൻ ടിക്സ് ആണ് സത്യത്തിൽ ജനറ്റിക്സ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ജീൻസിനെ പറ്റിയുള്ള ടിപ്സ് ആണ് ജനറ്റിക്സ് എന്നൊക്കെ നമുക്ക് പറയാം. ഏതായാലും ജീനുകൾ രണ്ട് കാര്യങ്ങളാണ് ചെയ്യും. സിമിലാരിറ്റീസ് ഉണ്ടാക്കും, വേരിയേഷൻസ് ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ ജീനുകളെ പറ്റി പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ച് എന്നൊക്കെ പറയാം. പക്ഷെ നമ്മൾ പറയാം ജനറ്റിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് ഹെറിഡിറ്റി ആൻഡ് വേരിയേഷൻ. റെഡിയാണല്ലോ? ഇനി ഹെറിഡിറ്റി എന്താ? Heredity means similarities between parents and offsprings. Inheritance എന്നുള്ളൊരു വേർഡും കൂടെയുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് ദി ട്രാൻസ്ഫർ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ട്രേറ്റ്സ് അല്ലെങ്കിൽ ജീൻസ് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ്. ഒരു ജനറേഷൻ അടുത്ത ജനറേഷനിലേക്ക് സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യുന്നതിന്, ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഹെറിറ്റൻസ്. ഇൻഹെറിറ്റൻസ് ഒക്കെ തന്നെയാണ്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ് സിമിലാരിറ്റീസ് ഉണ്ടാവുന്നത്. Nutrition, yes, almost, but yes, we define heredity as similarity between parents and offsprings. പാരമ്പര്യം, അതിന്റെ ആ ട്രാൻസ്ഫറിനെയാണ് ആക്ച്വലി നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയാം. ട്രാൻസ്ഫർ ഓഫ് ക്യാരക്ടേഴ്സ് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ്. ആക്ച്വലി ദാറ്റ് വിൽ ലീഡ് ടു സിമിലാരിറ്റി. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആവണം. അപ്പൊ അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് നമുക്കൊന്ന് കൺസോളിഡേറ്റ് ചെയ്യാം. ഓക്കെ, ന്യൂട്രീഷൻ. So this will be there in your mind. It is a must. So what is heredity? Heredity is the similarities between parents and offsprings, like the transfer of characters from one parents to offsprings. അങ്ങനെ വേണമെങ്കിലും പറയാം. Differences between parents and offsprings is variations. റെഡി അല്ലേ? നോക്കല്ലേ? ഇനി ഒരു ചോദ്യത്തിന് ഉത്തരം എല്ലാവരുടെ അടുത്ത് നിന്നും കിട്ടുന്നതാണ് എന്റെ വിശ്വാസം. അൻഹിറാം, ആരാണ് ജനറ്റിക്സ് എന്നുള്ള ബയോളജിയുടെ സുപ്രീം ആയിട്ടുള്ള ഈ ബ്രാഞ്ചിന്റെ തുടക്കക്കാരൻ? ഹു ഇസ് ദ ഫാദർ ഓഫ് ജനറ്റിക്സ്? ഇറ്റ് ഇസ് മെൻഡൽ. ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഓസ്ട്രിയക്കാരനാണ്. അദ്ദേഹം എക്സ്പെരിമെന്റ്, ഇതൊക്കെ എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ ആട്ടോ. ഫാദർ ഓഫ് ജനറ്റിക്സ് ഗ്രിഗർ ജൊഹാൻ മെൻഡൽ, മറക്കരുത്. അപ്പോ ആരാണ് ഫാദർ ഓഫ് ജനറ്റിക്സ് എന്ന് ചോദിച്ചാൽ എന്റെ പിള്ളേർക്ക് ഇനി തെറ്റൂല. ആരാണ്? ഗ്രിഗർ ജൊഹാൻ മെൻഡൽ. ഓക്കെ, അപ്പൊ ഗ്രിഗർ ജൊഹാൻ മെൻഡൽ, ഷബാൻ. മെൻഡൽ എക്സ്പെരിമെന്റ് നടത്തിയത് എവിടെയായിരുന്നു? ഏത് ജീവിയിലാണ് മെൻഡൽ എക്സ്പെരിമെന്റ് നടത്തിയത്? ഇതൊക്കെ എങ്ങനെ തന്നെ പഠിച്ചു പോണേ. ഇതൊക്കെ നമുക്ക് എക്സാമിനേഷൻ അങ്ങനെ എഴുതണ്ട. ഇൻ വിച്ച് ഓർഗാനിസം അല്ലെങ്കിൽ വിച്ച് പ്ലാന്റ്? യെസ്, വേരിയേഷൻസ്. മുഹമ്മദ് സെയ്ൻ. ഓക്കെ. പീ പ്ലാന്റ് ഷബാൻ. ഒരാളെ മിസ് ചെയ്തു, നിയാസ്. എന്നിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പേര്. മുഹമ്മദ് അസീൽ. ഓക്കെ. Majority of them are responding. So happy. So you should remember this. Whenever you trying to respond, then it will be there. ഇപ്പൊ പീ പ്ലാന്റിലാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് മൊത്തം നടത്തിയത്. 7 വർഷക്കാലം, 7 years. എത്ര വർഷമാണ്? 7 years. അതേപോലെ തന്നെ 7 ക്യാരക്ടേഴ്സ്. ഇതാണ് അദ്ദേഹത്തിന്റെ കാലം. 7 years എക്സ്പെരിമെന്റ് നടത്തി, 7 ക്യാരക്ടേഴ്സിലും എക്സ്പെരിമെന്റ് നടത്തി. റെഡിയല്ലേ? എക്സ്ക്യൂസ് മീ. ഓക്കെ, അപ്പൊ പീ പ്ലാന്റ് ആണ് നമ്മൾ സാധാരണ പയറ് എന്നൊക്കെ പറയുന്ന സംഭവത്തിലാണ് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ് ഉണ്ടായിരുന്നത്. ഓക്കെ അല്ലേ?
For 7 years. Excuse me. ഇപ്പൊ 7 years പീ പ്ലാന്റിൽ എക്സ്പെരിമെന്റ്സ് നടത്തുന്നു. ആ എക്സ്പെരിമെന്റുകളുടെ അവസാനത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കുറെ തിയറീസ് ഉണ്ട് അല്ലെ. ലോസ് ഓഫ് മെന്റൽ, ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നൊക്കെയാണ് അതിന് പറയാം. റെഡി അല്ലേ? ഒരു മിനിറ്റ്. I can't come out of this. ഒരു മിനിറ്റ്. യെസ്, ഇപ്പൊ കാണാവോ? ഓക്കെ, ഓഡിബിൾ അല്ലേ? So audible to all? കേൾക്കാവോ? ആരുടെയും റെസ്പോൺസ് ഇല്ലല്ലോ. ഹലോ, യെസ് യെസ് യെസ്, ഓഡിബിൾ ആണോ? യെസ്, കേൾക്കാവോ കുട്ടികളെ? Yes, sir. യെസ് യെസ് യെസ്. ഓക്കെ ഓക്കെ. സോ അത് ഷെയർ ചെയ്തിട്ട് തിരിച്ച് റിട്ടേൺ വരാൻ പറ്റുന്നില്ല. എവിടെയോ ഒരു ഓപ്ഷനിൽ ഒരു പിഴവ്, ഹോസ്റ്റ് മാറിയത് കൊണ്ടാവും. പിന്നീട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ഷെയർ ചെയ്യുന്നത് കുറച്ചാൽ മതി. ദെൻ അപ്പോ മെന്റലിന്റെ എക്സ്പെരിമെന്റ്സ് നടത്തിയത് പീ പ്ലാന്റിൽ. ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തു, ഒരുപാട് സന്തോഷം. അപ്പൊ അദ്ദേഹം എന്തുകൊണ്ടാണ് പീ പ്ലാന്റ്സ് സെലക്ട് ചെയ്തത് എന്നുള്ള കഥ അറിയോ നിങ്ങൾക്ക്? ഫസ്റ്റ് ആയിട്ട് നമുക്ക് എല്ലാം ഒന്ന് നോക്കിയിട്ട് പോകണം. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെയുള്ള ഒരു സാധനം കാണുന്നുണ്ട്. നമുക്കറിയാം ഈസി ടു കൾട്ടിവേറ്റ്, അതാണ് ഒന്നാമത്തെ കാര്യം അല്ലെ. വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? കൾട്ടിവേറ്റ് ചെയ്യാം. എന്ത്? പീ പ്ലാന്റ്. അപ്പൊ ഒന്നത്. രണ്ടാമത്തത് ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്. ഷോർട്ട് ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ? 2 മാസം കൊണ്ട് മൊത്തം കാര്യങ്ങളും പഠിക്കാം. മൂന്നാമത്തെ കാര്യം, ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. 7 ക്യാരക്ടേഴ്സ് പഠിച്ചു എന്ന് പറഞ്ഞല്ലോ. ഒന്നുകൂടി നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കാം. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. വെയിറ്റ് ആൻഡ് സീ.
7 ക്യാരക്ടേഴ്സ് പഠിച്ചു. ആര്? മെൻഡൽ. അപ്പൊ അദ്ദേഹം പഠിച്ച ക്യാരക്ടേഴ്സ് നമുക്ക് കുറച്ചെണ്ണം ഇവിടെ ഉണ്ട്, ഒന്ന് നോക്കാം. ഷേപ്പ് ഓഫ് സീഡ്സ് കണ്ടോ, അദ്ദേഹം പഠിച്ച ക്യാരക്ടേഴ്സ് ആണ്. വെറുതെ എങ്കിലും ഓർത്ത് വെക്കണം. അതിൽ ഡോമിനന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കോ, സ്ക്രീൻ നിങ്ങൾ എടുത്തു വെക്കോ ചെയ്താൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. അപ്പൊ ഷേപ്പ് ഓഫ് സീഡ്സ് ഒന്ന് റൗണ്ടും റിങ്കിൾഡും. അതിൽ ഡോമിനന്റ് ഏതാ, റിസീവ് ഏതാ? മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ആ റൂട്ടിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അടുത്തത് കളർ ഓഫ് സീഡ്സ്, യെല്ലോയും ഉണ്ട് ഗ്രീനും ഉണ്ട്. കളർ ഓഫ് പോഡ്സ്, ഗ്രീനും ഉണ്ട് യെല്ലോ ഉണ്ട്. ഷേപ്പ് ഓഫ് പോഡ്സ് ഫുള്ളും ഉണ്ട്, ഫ്ലാറ്റ് അല്ലെങ്കിൽ കൺസ്ട്രക്റ്റഡ് ചുരുങ്ങിയതുണ്ട്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന സംഭവം പ്ലാന്റിന്റെ ഹൈറ്റ് ആണ്. അതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണുന്ന ക്വസ്റ്റ്യന്. അപ്പൊ അത് ഹൈറ്റ് ടോളും ഉണ്ട്, അതേപോലെ ഡ്വാർഫ് അല്ലെങ്കിൽ ഷോർട്ടും ഉണ്ട്. പിന്നെ പൊസിഷൻ ഓഫ് ഫ്ലവേഴ്സ് അറ്റ് ലീഫ് ജംഗ്ഷൻ, അറ്റ് ടിപ്പ് ഓഫ് ബ്രാഞ്ച്, ഇതൊക്കെ അതായത് ആക്സിയൽ ടെർമിനൽ എന്നാണ് നമ്മൾ ഹയർ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ പറയാം. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അടിപൊളിയായിട്ട് ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ഫ്ലവർ കളർ പർപ്പിളും വൈറ്റും ആണ്. നമുക്ക് വയലറ്റ് ആൻഡ് വൈറ്റ് ആണ് നമ്മൾ സിലബസ് പ്രകാരം ഉണ്ടാവുക. റെഡി അല്ലേ? അപ്പോ ഇത് നിങ്ങളെ 7 സ്വഭാവങ്ങൾ അദ്ദേഹം പഠിച്ചു. എത്ര വർഷം പഠിച്ചു? 7 വർഷം. അപ്പോ ഷോർട്ട് ലൈഫ് സ്പാൻ ആണ്, ഈസി ടു കൾട്ടിവേറ്റ് ആണ്, ഇഷ്ടം പോലെ കോൺട്രാസ്റ്റിംഗ് ഫ്ലവേഴ്സ് ഉണ്ട്, സോറി കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. എന്താ ഈ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഓപ്പോസിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. അതായത് ഒന്നിന് ടോൾ ആണെങ്കിൽ അതിനൊരു ഡ്വാർഫ് ഉണ്ട്, റൗണ്ട് ആണെങ്കിൽ അതിന് റിങ്കിൾഡ് ഉണ്ട്, വയലറ്റ് ആണെങ്കിൽ അതിന് വൈറ്റ് ഉണ്ട്. ഇങ്ങനെ ഓപ്പോസിറ്റ് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. സീൻ മൊത്തം കോൺട്ര, നമ്മൾ പ്രതീക്ഷിച്ചതിന്റെ ഓപ്പോസിറ്റ് വരുന്നതിനൊക്കെ അല്ലേ നമ്മൾ കോൺട്ര. ഒരാൾ പറയുന്നതിന് ഓപ്പോസിറ്റ് പറയുന്നതിന് കോൺട്രഡിക്ടറി എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ കോൺട്രാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ക്യാരക്ടറിന്റെ അഥവാ ഒരു ട്രെയ്റ്റിന്റെ ക്യാരക്ടർ, ആ ട്രെയ്റ്റിന്റെ 2 രൂപങ്ങളെയാണ് നമ്മൾ കോൺട്രാസ്റ്റിംഗ് എന്ന് പറയാം. അപ്പൊ അത് ടോളും ഉണ്ട് ഡ്വാർഫും ഉണ്ട്, ഇങ്ങനെ ഇഷ്ടം പോലെ. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ് അല്ലെ? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ നമ്മൾ വേറൊരു വേർഡ് ഉപയോഗിക്കാറുണ്ട്, ക്രോസിംഗ്. ക്രോസിങ്ങിന് പറ്റിയ ഫ്ലവേഴ്സ് ആണ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, സോറി ആർട്ടിഫിഷ്യൽ പോളിനേഷന് പറ്റിയ ഫ്ലവേഴ്സ് ആണ്. ഇങ്ങനെ കുറെ ബെനഫിറ്റ്സ് എന്തിന്റെ കേസിലുണ്ട്? കുറെ ഫീച്ചേഴ്സ് ആരുടെ കേസിലുണ്ട്? ഈ പ്ലാന്റിന്റെ കേസിലുണ്ട്. അതുകൊണ്ടാണ് മെന്റൽ സെലക്ട് ചെയ്തത്. ഇത് റെഡിയാണോ? മെന്റൽ സെലക്ട് ചെയ്യാനുള്ള റീസൺസ് ഒക്കെ പക്കയാണോ? ആണ്. ഓക്കെ, ദെൻ ഇതൊക്കെയാണോ? എവിടെ പോയി നമ്മളെ പിള്ളേർ സ്ഥിരമായിട്ട് റെസ്പോണ്ട് ചെയ്യും? വേരിയേഷൻസ്. ഓക്കെ, ഇനി ഓരോന്നായിട്ട്. ന്യൂട്രീഷൻ, യെസ് പിള്ളേരുണ്ട്. അതിൻ്റെ അടുത്ത് ആരോടും ഒരാളെ പേര് മിസ്സായി, സോറി ഫോർ ദാറ്റ്. അപ്പൊ ഇതൊക്കെ നമ്മളെ മൈൻഡിൽ ഉണ്ട്. അപ്പൊ ഫാദർ ഓഫ് ജനറ്റിക്സ് ആരാണെന്ന് അറിയാം. സിമിലാരിറ്റീസ്, ഹെറിഡിറ്റി, വേരിയേഷൻ, ജനറ്റിക്സ്, ഇതൊക്കെ നമ്മൾ കാണിച്ചു. ഇനി 1-2 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മെന്റല് ഈ ക്യാരക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന സംഭവങ്ങൾക്ക് വിളിച്ച പേര് ഫാക്ടേഴ്സ്. റെഡിയാണോ? അപ്പൊ മെന്റൽ ഇതിനെ വിളിച്ച പേരെന്താണ്? ഫാക്ടേഴ്സ്. മറക്കരുത്. ഇപ്പൊ ഇതേ ഫാക്ടേഴ്സിന്റെ പേര് ജീൻ എന്നാണ്. ഇപ്പൊ ഈ ഫാക്ടേഴ്സിന്റെ പേരെന്താണ്? ജീൻ. റെഡിയാണോ? ഈ ഒരു കോൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിരിക്കണം. അപ്പോ ജീനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫാക്ടേഴ്സ്. ഓ, Nick is asking about the factors. One will be Mohammed Shazin. നമുക്ക് ഒന്ന് റിവേഴ്സ് വെക്കാം, അയാളെ ഒന്ന് പറയട്ടെ. എന്തൊക്കെ ഫാക്ടേഴ്സ് കൊണ്ടാണ് പയർച്ചെടി? നിക്കല്ലേ ചോദിച്ചത്. അതായത് നമ്മളെ വീട്ടില് നമ്മൾ പാരന്റ്സ് എന്തെങ്കിലും ഒരു കൃഷി ചെയ്യുകയാണെങ്കിൽ, വെണ്ടയോ കൈപ്പക്കയോ ഏത് സാധനങ്ങൾ വെക്കുകയാണെങ്കിലും ഉറപ്പായിട്ടും ആ കൂട്ടത്തിൽ പയർ കൃഷി ചെയ്യും. എന്തുകൊണ്ടാണ്? ഏറ്റവും നന്നായിട്ട് ഏറ്റവും എളുപ്പത്തിൽ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. വൺ വിൽ ബി ഈസി ടു കൾട്ടിവേറ്റ്. യെസ്. ദെൻ സെക്കൻഡ് വിൽ ബി ഷോർട്ട് ലൈഫ് സ്പാൻ. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൽ ഒരു ക്രോസിംഗ് എക്സ്പെരിമെന്റ് നടത്തുകയാണെന്ന് വിചാരിക്കും. എത്ര വർഷം എടുക്കും ആ കുട്ടി ഹൈറ്റ് വെക്കണമെന്ന് അറിയണമെങ്കിൽ? ഹൈറ്റ് വെക്കാൻ 20 വർഷമെങ്കിലും എടുക്കൂലേ? അപ്പോൾ ഹ്യൂമൻ ബീയിങ്സിൽ നമ്മൾ ഈ ക്രോസിംഗ് എക്സ്പെരിമെന്റിന് പോയാൽ ഹൈറ്റ് കൂടിയ ഒരാളും ഹൈറ്റ് കുറഞ്ഞ ഒരാളും തമ്മിൽ ക്രോസ് ചെയ്തിട്ട് അവിടെ നിന്ന് കുഞ്ഞുങ്ങളുണ്ടായി, ആ കുഞ്ഞുങ്ങൾക്ക് ഹൈറ്റ് ഉണ്ടാവും അറിയണമെങ്കിൽ വി വിൽ വെയിറ്റ് ഫോർ 20 years. പക്ഷെ 2 months കൊണ്ട് പയർച്ചെടിയുടെ വലിപ്പം അതും അതിന്റെ യങ് ഏജ് കഴിഞ്ഞ് അഡൽട്ട്ഹുഡ് കഴിഞ്ഞ് അതിന്റെ ഓൾഡ് ഏജും കഴിഞ്ഞ് തീർന്നിട്ടുണ്ടാവും. സോ എവറിത്തിങ് വിൽ ബി ഫിനിഷ്ഡ്.
within 2 months. So life span will be short. പിന്നെ ക്രോസ് നടത്തണം, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. സോ വി ഹാവ് ടു ടേക്ക് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ഓർ സ്റ്റേമൻ ആൻഡ് ദെൻ ഇറ്റ് വിൽ ബി presented on the stigma of the female plant. So these parts will be exposed, easy to access. Then only we can cross pollinate. അതിന് പറ്റിയ ഫ്ലവർ ആണ് എവിടെ ഉള്ളത്? സോ പോളിനേഷൻ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ഈസി ആയിട്ടുള്ള ഫ്ലവർ ആണ് ഈ പ്ലാന്റിൽ ഉള്ളത്. പിന്നെ there are many contrasting features അല്ലെങ്കിൽ കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ്. ഇഷ്ടംപോലെ എന്തുണ്ട്, പഠിക്കാൻ മാത്രം കോൺട്രാസ്റ്റിംഗ് ക്യാരക്ടേഴ്സ് ഉണ്ട്. 7 എണ്ണമൊക്കെ നമ്മൾ നേരത്തെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ടായി. റെഡി അല്ലേ? ചില ആൾക്കാർ ജനറ്റിക്സ് എന്ന് വരെ പേര് മാറ്റിക്കളഞ്ഞു. ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ് ബ്രാഞ്ച് ഓഫ് ബയോളജി. ദെൻ മെന്റൽ ജീനിനെ വിളിച്ച പേര് നിക്. മെന്റൽ ജീനിനെ വിളിച്ച പേര് ഫാക്ടേഴ്സ് കേട്ടോ. യെസ്, മെന്റൽ ജീനിനെ വിളിച്ച പേര് ഫാക്ടേഴ്സ് എന്നാണ്. സത്യത്തിൽ ഫാക്ടറിനെ പിന്നെ നമ്മൾ എന്ത് വിളിക്കായിരുന്നു? ജീൻ എന്ന് വിളിക്കായിരുന്നു കേട്ടോ. ഇനി ഒരു ജീനിന് തന്നെ 2 ഫോംസ് ഉണ്ടാവും. ആ ഫോംസിന് 2 അല്ല 2ൽ കൂടുതൽ ഫോംസ് ഉണ്ടാവും എന്നൊക്കെ പിന്നീട് ഹയർ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കും. ഒരു ജീനിന്റെ ഡിഫറെന്റ് ഫോംസിന് ന്യൂട്രീഷൻ, ഒരേ ജീനിന്റെ ഡിഫറെന്റ് ഫോംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അലീൽസ്. അതായത് കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരാണ് അലീൽസ്. ഉദാഹരണത്തിന് ഇപ്പൊ ടോൾ എന്നുള്ളതാണ് ക്യാരക്ടർ. അതിന്റെ ഒരു രൂപമാണ്, സോറി നിങ്ങളെ കൂടെ കൂടി എനിക്ക് മാറുന്നുണ്ടോ എന്ന് സംശയമുണ്ട്, കളിയാക്കിയതാണ്. ഹൈറ്റ് ആണ് ക്യാരക്ടർ അല്ലേ? ഇതിന്റെ 2 വേർഷൻസ് അല്ലെ? ഹൈറ്റ് കൂടിയാൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ടോൾ എന്ന് വിളിക്കാം. അതേ ഹൈറ്റ് കുറഞ്ഞ അവസ്ഥയാണെങ്കിൽ അതിനെ നമുക്ക് ഷോർട്ട് അല്ലെങ്കിൽ ഡ്വാർഫ് എന്ന് വിളിക്കാം. റെഡി അല്ലേ? ഷെസിൻ. യെസ്. അപ്പൊ ക്യാരക്ടർ എന്താ? ഹൈറ്റ്. അത് കൂടിയ അവസ്ഥയാണ് എന്ത്? ടോൾ. അത് കുറഞ്ഞ അവസ്ഥയാണ് എന്ത്? ഡ്വാർഫ്. സോ ദിസ് വിൽ ബി കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദി സെയിം ക്യാരക്ടർ. റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഈ ടോളിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുമല്ലോ, അത് ക്യാപിറ്റൽ ടി ആയിട്ട് കൺസിഡർ ചെയ്താൽ അതൊരു അലീലാണ്. ഡ്വാർഫിനെ കൺട്രോൾ ചെയ്യുന്നത് സ്മോൾ ടി ആയിട്ട് കൺസിഡർ ചെയ്താൽ അതൊരു അലീലാണ്. അപ്പോ ഒരു ജീനാണ്. ജീൻ എന്തിന്റെയാണ്? ജീൻ ഫോർ ഹൈറ്റ്. That gene has 2 forms. One will be representing tall and other will be representing dwarf. So what will be an allele? Allele is the different forms of a gene. ഒരേ ജീനിന്റെ ഡിഫറെന്റ് ഫോംസ് നമ്മൾ വിളിക്കുന്ന പേരാണ് അലീൽസ്. ക്ലിയർ ആണോ നോക്ക്. ഉദാഹരണത്തിന് ഇനി വേണം എക്സാമ്പിൾ തരാം. ഇപ്പൊ നിങ്ങൾക്കറിയാം സീഡിന്റെ ഷേപ്പ് ആണ് ക്യാരക്ടർ. സീഡ് ഷേപ്പ് ആണ് ക്യാരക്ടർ. സീഡ് ഷേപ്പ് റൗണ്ട് ആയിട്ടുള്ളത് ഉണ്ടാവും. ഇറ്റ് ഈസ് എ ഷേപ്പ് ഓഫ് സീഡ്. ആൻഡ് ഇറ്റ് മേ ബി റിങ്കിൾഡ്, ചുക്കി ചുളിഞ്ഞത്, അതാണ് നമ്മൾ റിങ്കിൾഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇതിനെ നമുക്ക് ക്യാപിറ്റൽ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം, ഇതിനെ നമുക്ക് സ്മോൾ ആർ വെച്ച് റെപ്രസെന്റ് ചെയ്യാം. സോ ദിസ് വിൽ ബി 1 allele and this will be 1 allele. This will make the seed round and this will make the seed wrinkled and the character will be same. Seed shape. 2 contrasting features. ഏതൊക്കെയാണ് 2 contrasting features? റൗണ്ടും wrinkled. Am I right? So I think yes, nutrition. എൻ്റെ അടുത്ത് ഒരാൾ എനിക്ക് മിസ്സായി, എന്തോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റൗണ്ടും wrinkled. Okay. Yes, Nick. Okay. So this will be alleles. ഇനി നെക്സ്റ്റ് നമുക്ക് മെന്റൽ പറഞ്ഞൊരു കാര്യം, ഏത് ക്യാരക്ടറിനെ കൺട്രോൾ ചെയ്യാനും there will be 2 alleles അല്ലെങ്കിൽ 2 factors ഉണ്ടാവുമെന്ന് നമുക്ക് പറയാം. ഉദാഹരണത്തിന് ഒരു ടോൾ പ്ലാന്റ് ആണെങ്കിൽ അതിൽ ക്യാപിറ്റൽ ടി എന്നോ, അല്ലെങ്കിൽ അതൊരു ടോൾ ആണെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നോ. ഇതൊക്കെ എന്താന്ന് വരും കേട്ടോ. നമ്മൾ ക്രോസ് ചെയ്യേ മോണോഹൈബ്രിഡ് ക്രോസ് നിങ്ങൾ ഇപ്പൊ അവിടെ ഇരുന്ന് ഒരുമിച്ച് ചെയ്യും. വളരെ സ്നേഹത്തോടെ നിങ്ങൾ അത് ചെയ്ത് വൃത്തിയിൽ റേഷ്യോ എഴുതണം. നമുക്ക് അതാണ് ഇന്നത്തെ മെയിൻ പരിപാടികളിലൊന്ന്. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഏത് ക്രോസ് വന്നാലും നമുക്ക് ചെയ്യണം. അതിന് നിങ്ങൾ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും. അപ്പൊ ഇത് ടോളാണ്, ഇതും ടോളാണ്, എന്നാൽ ഇത് വരുമ്പോ എന്താണ്? ഡ്വാർഫാണ്. റെഡി അല്ലേ? ബോർഡ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കും. ജനറ്റിക്സ് നോക്കണേ. ക്യാപിറ്റൽ ടി ഇതില് ഹൈറ്റിന്റെ 2 അല്ലിലും അച്ഛൻ, ഇത് ആ പ്ലാന്റിന്റെ മെയിൽ കൊടുത്താണ്, അച്ഛൻ കൊടുത്താണ് ന്യൂട്രീഷൻ. കറക്റ്റ്. ഇത് അതിന്റെ അമ്മ കൊടുത്താണ്. അപ്പൊ എല്ലാത്തിനും ന്യൂട്രീഷൻ എത്ര ഫാക്ടേഴ്സ് ഉണ്ടാവും? പെയർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഇത് മെന്റലിന്റെ ഐഡിയ കേട്ടോ.
അപ്പൊ ഏത് ജീവിയിൽ നോക്കിക്കോ, എപ്പോഴും ഒരു ജീവിയിൽ എത്ര അലീൽസ് ഉണ്ടാവും? പെയർ ഓഫ് അലീൽസ് ഉണ്ടാവും. നോക്കണം, ഇത് അതിന്റെ ഫാദർ കൊടുത്തു, ഇത് അതിന്റെ മദർ കൊടുത്തു. ഇത് അതിന്റെ ഫാദർ, ഇത് അതിന്റെ മദർ, അല്ല തിരിച്ച് ഏതോ ഒരാൾ കൊടുത്തു. ഇത് അതിന്റെ ഫാദർ കൊടുത്തു, ഇത് അതിന്റെ മദർ കൊടുത്തു. അങ്ങനെയാണ് എപ്പോഴും ഒരു ജീവിയിൽ ഫാദർ കൊടുത്ത ഒരു അലീലും ഉണ്ടാവും, മദർ കൊടുത്ത ഒരു അലീലും ഉണ്ടാവും. വേരിയേഷനെ തിരിച്ച് എഴുതണം, അതൊരു വേരിയേഷൻ ആയിപ്പോയി. റെഡിയല്ലേ? അപ്പൊ നോക്കണേ, എപ്പോഴും പെയർ ആയിട്ടേ ഫാക്ടേഴ്സ് കാണുള്ളൂ. ഇത് കോമൺ ലോജിക്ക. ഏതൊരു ക്യാരക്ടർ ഉണ്ടെങ്കിലും അതിൽ എക്സെപ്ഷൻസ് ഉണ്ട്. ബയോളജി ഇസ് ദ സയൻസ് ഓഫ് എക്സെപ്ഷൻസ് എന്നല്ലേ? അപ്പൊ അത് നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ഏത് ക്യാരക്ടർ എടുത്താലും ഒന്ന് അപ്പന്റെ വകയായിരിക്കും, ഒന്ന് അമ്മയുടെ വകയായിരിക്കും. അങ്ങനെയാണ് എപ്പോഴും പെയർ ഓഫ് ഫാക്ടേഴ്സ് ഉണ്ടാവും. ഗ്യാമിറ്റിൽ മാത്രം വാട്ട് ഈസ് ഗ്യാമിറ്റ്? ഗ്യാമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അടുത്ത ജനറേഷനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സെൽസിനെയാണ് നമ്മൾ ഗ്യാമിറ്റ് സെൽസ് എന്ന് വിളിക്കുക. മെയിലാണെങ്കിൽ അത് സ്പേം ആണ്, ഫീമെയിലാണെങ്കിൽ അത് ഓവമാണ്. റെഡി അല്ലേ? അപ്പൊ നോക്കണേ, ഇവിടെ രണ്ട് അലീൽസും സെയിം ആയിട്ടാവുന്നത് അല്ലെ? ക്യാപിറ്റൽ ടി ആവുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹോമോസൈഗസ്. നിങ്ങൾക്കറിയാം, സെയിം ആണെങ്കിൽ എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് ഹോമോ എന്നാണ്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹോമോസൈഗസ്. ഇതും ഹോമോസൈഗസ് ആണ്, ഇതും ഹോമോസൈഗസ് ആണ്. ഇത് രണ്ടും ഹോമോസൈഗസ്. എന്നാൽ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു വ്യത്യാസം കാണാം. ഒന്ന് ഹൈറ്റ്, ജനറ്റിക്സ്. പറയാം, ഹോമോ എന്നുള്ള വേർഡ്, whenever you hear the term homo, it always means same, similar. Okay, so here tall is represented by same alleles, capital T, capital T. ഈ പ്ലാന്റിന്റെ ഫാദറും ഈ പ്ലാന്റിന്റെ മദറും കൊടുത്തത് എന്ത് തന്നെയാണ്? ക്യാപിറ്റൽ ടി ആണ്. അതുകൊണ്ട് രണ്ട് അലയിലും സെയിം ആണ്. സോ ഇറ്റ് ഈസ്, ഇതിന്റെ സൈഗോട്ട് എന്താണ്? സെയിം അലൈൽസ് ഉള്ളതാണ് എന്നുള്ള അർത്ഥത്തിലാണ് അതിന്റെ പേര് ഹോമോസൈഗസ് ആയത്. നത്തിങ് മോർ. ഹെറ്റീറോ എന്നുള്ള പേരാണ്. ഹെറ്റീറോ ഹോമോന്റെ ഓപ്പോസിറ്റ് ആണ് ഹെറ്ററോ. അപ്പൊ ബയോളജിയിൽ എപ്പോഴും നമ്മൾ ഹെറ്ററോ യൂസ് ചെയ്താൽ ഡിഫറെന്റ് എന്ന അർത്ഥം. ഇവിടെ നോക്ക്, ഒരു പാരന്റ് ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞ അലയിൽ കൊടുത്തു, മറ്റേ പാരന്റ് സ്മോൾ ടി എന്ന് പറഞ്ഞ അലയിൽ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ അത് ഡിഫറെന്റ് ആയിട്ടുള്ള സൈഗോട്ട് അല്ലേ? ഹൈറ്റിനെ കൺട്രോൾ ചെയ്യുന്ന രണ്ട് അലീൽസ് ക്യാരി ചെയ്യുന്ന സൈഗോട്ട് അല്ലേ അത്? അതുകൊണ്ട് ഡിഫറെന്റ് ആയതുകൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ഹെറ്റീറോ സൈഗസ്. ഇവിടെ രണ്ട് പാരന്റ് കൊടുത്തത് എന്താണ്? സ്മോൾ ടി ആണ്. അതുകൊണ്ട് സ്മോൾ ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്? ഹോമോസൈഗസ്. സെറ്റല്ലേ? സെറ്റല്ലേ? ഇതൊക്കെ നമുക്ക് വേണേ. ക്രോസ് നമ്മൾ ചെയ്യണേ. ഇതിനിടക്ക് യെസ്, വേരിയേഷൻസ്, ന്യൂട്രീഷൻ അല്ല, ഇവര് മാത്രമേ ഉള്ളൂ. യെസ്, ഓക്കെ. ഷെസിൻ കാണുന്നില്ല, അതാണ്. സെറ്റാണ്. ഓക്കെ ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ പേര് മിസ്സായേ. കുറെ മെസ്സേജുകൾ വരുമ്പോ മനസ്സിലാക്കിയ പോരാ. അഫ്രാസെ, പുതിയൊരു പേര്. ഞാൻ ഇതിന്റെ എല്ലാം ഒരു PDF പോലെ ഒരു സാധനം ഞാൻ അങ്ങ് ഇടാം കേട്ടോ. എല്ലാത്തിന്റെയും ഷോർട്ടായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട്. ഞാൻ നോക്കട്ടെ കേട്ടോ. അതിനാണ് ഡെഫിനിഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. കോൺസെപ്റ്റ് തലയിൽ കയറിയാൽ തന്നെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ടത് സത്യം പറഞ്ഞാൽ കോൺസെപ്റ്റ് ബേസിലാണ്. ഞാൻ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒക്കെ കുറെ എടുത്ത് കണ്ടു. അപ്പൊ അതിലൊക്കെ കോൺസെപ്റ്റ് ബേസിലാണ്. യെസ്, നിക്ക്. സെറ്റല്ലേ? അപ്പൊ നമുക്കൊരു ക്രോസ് മസ്റ്റ് ആണ്. ഏത് ക്രോസ് എന്നാലും നിങ്ങൾ ചെയ്യാൻ സെറ്റല്ലേ? അപ്പൊ അതിനൊരു കഥ പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. നമ്മൾ മെന്റലിന്റെ ക്രോസ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഹോമോസൈഗസ് അറിയാം, ഹെട്രോസൈഗസ് അറിയാം, ഇല്ലേ? ഹോമോസൈഗസ് അറിയാം, ഹെട്രോസൈഗസ് അറിയാം, ഇതൊക്കെ അറിയാലോ. ഉണ്ട്. യെസ്, ന്യൂട്രീഷൻ. ബാക്കിയുള്ള കുറെ മനുഷ്യന്മാരെ മിണ്ടുന്നില്ല. എന്തുകൊണ്ടാണ് അവർ മിണ്ടാത്തതെന്ന് എനിക്കറിയില്ല. അവരും നമ്മളെ കുട്ടികൾ തന്നെയാണ്. നിങ്ങളുടെ റെസ്പോൺസ് കൂടുമ്പോൾ എന്റെ മുഖത്തൊരു എക്സ്ട്രാ തെളിച്ചുണ്ടാവും കേട്ടോ. അത് ഹാപ്പിനെസ് ആണ്. നിങ്ങളുടെ അടുത്തു നിന്നുള്ള റെസ്പോൺസ് ആണ് വലിയ കാര്യം. ഇപ്പോ എന്റെ ഒരു സ്റ്റുഡന്റ്, നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റും. ആൻസർ പറയല്ല, നമ്മൾ ചെയ്യാണ് ജനറ്റിക്സ്. അപ്പൊ എൻ്റെ ഒരു സ്റ്റുഡന്റ്, ആ സ്റ്റുഡന്റ് സാധാരണ അത് എൻ്റെ അവസ്ഥയാട്ടോ. മുഹമ്മദ് ഷെസീൻ. യെസ്, ഓക്കെ ഷെസീൻ, താങ്ക് യു. അപ്പൊ എൻ്റെ അവസ്ഥയാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ സാധാരണ സെക്കൻഡ് ഇയർ ക്ലാസ് പോകുമ്പോൾ അത് എൻ്റെ കഥയായിട്ടാണ് പറയുന്നത്. എന്നാലും നിങ്ങൾ കേട്ടു നോക്ക്. ഇവിടെ എൻ്റെ വീട്ടിലായതുകൊണ്ട് ഇങ്ങനെ ഉറക്കെ പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ സ്റ്റുഡന്റിന്റെ കഥയായിട്ട് പറയാം. ഇപ്പൊ എൻ്റെ കണ്ണിന്റെ കളറ് ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് ആണ്. എൻ്റെ ഫാദറിന്റെ കണ്ണിന്റെ കളർ, അവസാനം എൻ്റെ കണ്ണിന്റെ കളർ തന്നെ ആയിട്ടോ. എന്താവോ എന്തോ, വീട്ടില് താഴെ വേറുള്ള ആൾക്കാർ കേൾക്കും അറിയില്ല. വെയിറ്റ് ആൻഡ് സീ. അപ്പൊ എൻ്റെ കണ്ണിന്റെ കളർ ബ്രൗൺ ആണ് അല്ലെങ്കിൽ ബ്ലാക്ക് ആണ്. ഞാൻ ബ്ലാക്ക് എന്ന് എഴുതുന്നു. റെഡി അല്ലേ? എൻ്റെ ഫാദറിന്റെ കണ്ണിന്റെ കളർ പക്ഷേ വൈറ്റ് ആണ്.
വൈറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളാരം കണ്ണെന്നോ പൂച്ച കണ്ണെന്നോ ഒക്കെ പറയുന്ന കണ്ണിന്റെ കളറാണ് ശരിക്കും റിയൽ. പക്ഷെ ഫാദറിന്റെ അപ്പിയറൻസിൽ ഫാദറിന്റെ 30s കണ്ട ഒരാൾ എന്നെ കണ്ടാൽ കറക്റ്റ് ആയിട്ട് പിന്നെ ഐഡന്റിഫൈ, ഞങ്ങൾ തമ്മിൽ അത്രയും സിമിലാരിറ്റി ഉണ്ട് ഫേഷ്യൽ അപ്പിയറൻസിലെ. അപ്പോ ഫാദറിന്റെ കണ്ണിന്റെ കളറിലാണ് വ്യത്യാസം. അപ്പൊ ഞാനും ഫാദറും തമ്മിൽ ഫേസിന്റെ കാര്യത്തിൽ, ഫേസിന്റെ ലുക്കിന്റെ കാര്യത്തിൽ ഹെറിഡിറ്റി ഉണ്ട്. പക്ഷെ ഐന്റെ കേസിൽ എന്തുണ്ട്? വേരിയേഷൻ ഉണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് ആ നേരത്തെ കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് നേരത്തെ അറിയുന്നതാണ്. എന്നാലും അപ്പൊ വൈറ്റ് ആണ്. പക്ഷേ ഇതെന്റെ ഫാദറാണ്. ഫാദറിനെ നമ്മള് സാധാരണ മെയിലിന്റെ സിമ്പിൾ ഇതാണല്ലോ. മെയിലിന്റെ സിമ്പിൾ ഒരു കുന്തം ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ജനറ്റിക്സ് അതിന്റെ ഇടയ്ക്ക് ഒരാളെ മെസ്സേജ് എനിക്ക് മിസ്സായി. മദറിന്റെ കണ്ണിന്റെ കളർ പക്ഷേ എന്താണ്? ബ്ലാക്ക് ആണ്. അപ്പൊ വാൽക്കണ്ണാടിയാണ് ഫീമെയിലിന്റെ സിമ്പിൾ. പണ്ട് പുരാതന ഗ്രീസിലൊക്കെ ഉള്ള സ്ത്രീകൾ ഇങ്ങനെ ഭംഗിയൊക്കെ നോക്കി, കണ്ണാടിയൊക്കെ നോക്കി, വാൽക്കണ്ണാടിയൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാരായതുകൊണ്ടാവണം അവർക്ക് വാൽക്കണ്ണാടിയുടെ സിമ്പിൾ കൊടുത്തത്. മെയിലിന്റെ കേസിൽ കുന്തമാണ്, യുദ്ധവീരന്മാരായതുകൊണ്ട്. ഇതിപ്പോ നിങ്ങളോട് മറന്നുമില്ല. അപ്പൊ ഇത് ഫാദർ ആണ്, ഇത് എന്താണ്? മദറാണ്. എനിക്ക് കിട്ടിയ കളറോ ഐ കളർ എന്താണ്? ബ്ലാക്ക് ആണ്. എനിക്ക് ഫാദറിനോട് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്ന ഒരു സംഭവം ഈ കണ്ണിന്റെ കളറാണ്. അപ്പൊ കണ്ണിന്റെ കളറ് നല്ല ഭയങ്കര അട്രാക്റ്റീവ്, അത് രക്ഷയില്ല. അപ്പോ ഈ കുഞ്ഞുനാളിൽ എനിക്കത് കിട്ടിയില്ല എന്നുള്ള സങ്കടമൊക്കെ ഉണ്ടായി. പുള്ളിയോട് ഒരു അസൂയ ഉണ്ടായി. പിന്നെ നോക്കിയാൽ അതിന്റെ തീഷ്ണത എപ്പോഴും പുള്ളി നോക്കി കഴിഞ്ഞാൽ എനിക്ക് പേടിയാവും. അപ്പൊ അങ്ങനെയും പവർഫുള്ളാണ്. ക്ലാസ് റൂമിൽ ഇത് ശരിക്കും നമുക്ക് ചില വികൃതികളൊക്കെ ഇരുത്താൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാമല്ലോ. പക്ഷെ അത് കിട്ടിയില്ല, മിസ്സായി. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിക്കുക കാലങ്ങൾ കഴിഞ്ഞപ്പോ ഇനി ഒരു കാര്യം ചെയ്യും, കല്യാണം കഴിക്കുമ്പോൾ ഇതേപോലെ വെളുത്ത കണ്ണുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ജനറേഷനിൽ ഏതെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും എന്തിനുള്ള സാധ്യത ഉണ്ടാവുമായിരിക്കും. വെളുത്ത കണ്ണുള്ള കുട്ടിക്ക് സാധ്യത ഉണ്ടാവുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഒരു പ്രോബബിലിറ്റി മെഹ്റ. മെഹ്റക്കില്ലേ മെഹ്റ? ന്യൂട്രീഷൻ. യെസ് യെസ് യെസ്, ന്യൂട്രീഷനെ കറക്റ്റ്. എന്റെ ഒറിജിനൽ പേരുണ്ടായിരുന്നു, എന്ത് സുഖമായിരുന്നതാ. അപ്പൊ നോക്കണേ, മെഹ്റക്ക് കിട്ടിയില്ല. എന്നെ പോലെ തന്നെ തുല്യ ദുഃഖിതരാണ്. എന്ത് ചെയ്യാനല്ലേ മെഹ്റ? ഓക്കെ. അപ്പൊ നോക്കണേ, ഇവിടെ എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ മദറിന്റെ കണ്ണ് ബ്ലാക്ക് ആണ്, ഫാദറിന്റെ കണ്ണ് വൈറ്റ് ആണ്. ജനറ്റിക്സ് കിട്ടിയിട്ടുണ്ട് അല്ലേ? യെസ് യെസ്, വേരിയേഷൻ. യെസ്, എന്റെ കണ്ണ് ബ്ലാക്ക്. റെഡി അല്ലേ? ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ഫാദറിൽ നിന്ന് വൈറ്റ് ആവാനുള്ള എനിക്ക് കിട്ടിയിട്ടുണ്ട്, മദറിൽ നിന്ന് ബ്ലാക്ക് ആവാനുള്ള കിട്ടിയിട്ടുണ്ട്. രണ്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഏതേ എക്സ്പ്രസ് ചെയ്തുള്ളൂ, ഏതേ പ്രകടമായുള്ളൂ? പോരട്ടെ. എന്റെ കണ്ണിൽ ഏത് വന്നാ പ്രകടമായത്? യെസ്, ക്യൂ. ഫസ്റ്റ് വന്നാള് അസീൽ. വേരിയേഷൻസ്. യെസ് യെസ്. ന്യൂട്രീഷൻ. യെസ് യെസ്. അപ്പൊ എന്റെതിൽ നസ്ഹാൻ വേറെ. ഓക്കെ, നസ്ഹാൻ. ഹാപ്പി. അപ്പൊ എന്റെതിൽ വന്ന് എക്സ്പ്രസ് ചെയ്തത് ഏതാ? ബ്ലാക്ക്. നിയ. യെസ്. അപ്പൊ എക്സ്പ്രസ് ചെയ്തത് ബ്ലാക്ക്. ഫാത്തിമ ഹയ. യെസ്. അപ്പൊ ബ്ലാക്ക് ആണ് എക്സ്പ്രസ് ചെയ്തത് എങ്കിൽ നമുക്ക് ഈ ലെറ്റർ അങ്ങ് എടുക്കാം അല്ലെ? ഡോമിനന്റ് ആയിട്ട് ആ ലെറ്റർ അല്ലേ നമ്മൾ എടുക്കുക അല്ലിനെ റെപ്രസെന്റ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് മദറിന്റെ അടുത്ത് ക്യാപിറ്റൽ ബി ആണെന്ന് സങ്കല്പിക്കും. മദറിന്റെ ഈ ക്യാപിറ്റൽ ബി ആരെടുത്തുനിന്ന് വന്നു? മദറിന്റെ ഫാദറിന്റെ അടുത്തുനിന്ന് വന്നു. മദറിന്റെ ഈ ക്യാപിറ്റൽ ബി ആരെടുത്തുനിന്ന് വന്നു? മദറിന്റെ അടുത്തുനിന്ന് വന്നു. അപ്പോ ഏതൊരു ഫാക്ടറിൻ്റെതും പെയറായിട്ടാണ് കാണുക എന്നുള്ള ബുദ്ധിയായാലും ഇതാണ് മദറിന്റെ അവസ്ഥ. എന്നാൽ എന്റെ ബ്ലാക്ക് ഞാൻ ഒന്ന് താഴോട്ട് വരുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം ഞാൻ ബ്ലാക്ക് ആണ്. ഇവിടെ ഫാദറിന്റെ കേസിൽ എന്താണെന്നറിയാം കുട്ടികളെ? ഒരു ക്യാപിറ്റൽ ബി എങ്കിലും വന്നിരുന്നെങ്കിൽ ഇത് ബ്ലാക്ക് ആവുമായിരുന്നു. പക്ഷെ എന്റെ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും, ഫാദർ വഴിയുള്ള ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് മദറിനും വൈറ്റ് ആണ്. അതുകൊണ്ട് അവര് രണ്ടുപേരും കൊടുത്തത് സ്മോൾ ബി ആണ്. അതുകൊണ്ട് ഫാദറിന്റെ ഫാദർ കൊടുത്തതും സ്മോൾ ബി, ഫാദറിന്റെ മദർ കൊടുത്തതും സ്മോൾ ബി. രണ്ടുപേരും സ്മോൾ ബി കൊടുത്തപ്പോ ഫാദറിന്റെ കണ്ണിന്റെ കളർ എന്തായി? വൈറ്റ് ആയി. സെറ്റ്. ഇത് മനസ്സിലായിട്ടുണ്ടോ? ഉണ്ട്. ക്യൂ ഒക്കെ നേരത്തെ മനസ്സിലായി. സയാൻ, ഒരാള് ഹനാൻ. യെസ്. നിയ. വേറെ ആരോ എനിക്ക് മിസ്സാവുന്നുണ്ട്. ഫർഹാൻ. ഓക്കെ. സെറ്റ്. അപ്പൊ നമുക്ക് എന്തെടുക്കാം? ക്യാപിറ്റൽ ബി അതാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. റിഷാൽ, പുതിയ ആൾക്കാർ വരുമ്പോൾ സന്തോഷം. അപ്പൊ അത് ബ്ലാക്ക് ആണ് എന്നുള്ളത് ഡോമിനന്റ് എന്ന് നമുക്ക് പറയാം. നിക്കെ പറയാം.
അപ്പൊ നോക്കണേ, ഇവിടെ ഈ വൈറ്റും ബ്ലാക്കും തമ്മിലുള്ള ഈ ഒരു കോമ്പിനേഷൻ വന്നപ്പോ എനിക്ക് ബ്ലാക്ക് ആണ് ഉണ്ടായത് എങ്കിൽ നമുക്ക് സംശയമില്ലല്ലോ ഇതിൽ ഏതാണ് എക്സ്പ്രസ് ചെയ്തത്, ഏതാണ് പ്രകടമായത്, ഏതാണ് ഡോമിനേറ്റ് ചെയ്തത്? ഷെസിൻ. യെസ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കാം. അപ്പൊ ഇവിടെ നിന്ന് മദറിൽ നിന്നും ഹനാൻ. യെസ്. മദറിൽ നിന്നും എഗ് ഉണ്ടാവും. ആ എഗ്ഗിനെയാണ് നമ്മൾ ഗ്യാമിറ്റ് എന്ന് പറയുന്നത്. ഗ്യാമിറ്റ് നമ്മൾ എപ്പോഴും റൗണ്ടിലൊക്കെ കാണിച്ചാൽ മതി, എന്നാ തെറ്റൂല. രണ്ടും വരില്ല, പകുതിയേ വരുള്ളൂ. കാരണം മദറിൽ 46 ക്രോമസോം ഉണ്ട്. അതിൽ ഒരു എഗ്ഗിലേക്ക്, ഓരോ എഗ്ഗിലേക്കും എത്ര വെച്ചേ പോവും? 23 വെച്ചേ പോവും. പകുതിയാ വരിക. പേരറിയാത്ത ഒരാള്. വേരിയേഷൻസ്. അപ്പൊ ഇതില് ഈ ബി ബി ഉള്ളത് 46-ലാണ്. അപ്പൊ ഒരു 23-ലാണ് ഈ ക്യാപിറ്റൽ ബി ഉണ്ടാവുക. ഒരു 23-ൽ ആ ക്യാപിറ്റൽ ബി പോവും. ഐഡിയ കത്തിയോ? മിയോസിസ് എന്നാണ് ഈ ഡിവിഷനെ വിളിക്കുക. ക്രോമസോം നമ്പർ പകുതിയാവും. അപ്പൊ 46 എന്നുള്ളത് മദറിന് ഗ്യാമറ്റ് ഉണ്ടാവുമ്പോ ഇത് എഗ് അല്ലെ, എഗ് ഉണ്ടാവുമ്പോ പകുതിയാവും. ഇതിലും ക്യാപിറ്റൽ ബി, ഇതിലും നമ്മൾ ഒന്ന് കാണിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് ഇതില് ഒരു ക്യാപിറ്റൽ. ഇവിടെ ഫാദറിന്റെ കേസിൽ ഇത് തന്നെയാണ് സംഭവിക്കുക. 23-ലേക്ക് ഒരു 23-ലേക്ക് സ്മോൾ ബി പോവും. മറ്റേ 23 ക്രോമസോമിലേക്ക് അടുത്ത സ്മോൾ ബി പോവും. നമ്മൾ രണ്ടും ഒന്നായതുകൊണ്ട് ഒന്ന് കാണിച്ചാൽ മതി. ഈ സ്പേമും ഈ എഗ്ഗും വന്ന് ഫ്യൂസ് ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? എന്റെ കേസിൽ മദറിൽ നിന്നും ക്യാപിറ്റൽ ബി വന്നു, ഫാദറിൽ നിന്നും സ്മോൾ ബി വന്നു. ഞാൻ എന്തായി? ബ്ലാക്ക് ആയി. ക്ലിയർ? ഇവിടെ ഫാദർ ഹോമോസൈഗസ, മനസ്സിലായിട്ടുണ്ടാവും, രണ്ടും സ്മോൾ ബി. മദർ ഹോമോസൈഗസ, രണ്ടും സ്മോൾ ബി. ഈ രണ്ടെണ്ണത്തിന്റെ ഓരോന്ന് വന്നപ്പോ ഞാൻ എന്തായി? ഹെട്രോസൈഗസ് ആയി. ആവാം, ന്യൂട്രീഷൻ ഷുവർലി ആവാം. പക്ഷെ ഐ എക്സ്പെക്ട് ദിസ്. നമ്മൾ പഠിക്കാനുള്ള റീസണസിന് വേണ്ടിയിട്ട് ഒന്ന് മാത്രം. അപ്പൊ നോക്കണേതാ, നല്ല തിങ്കിങ് പ്രോസസ് ഉള്ള മനുഷ്യന്മാരുണ്ട് കേട്ടോ. യെസ്, ഹെട്രോ. അപ്പൊ ഞാൻ ഹെട്രോ ആയി. ഈ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ വന്നപ്പോ ബ്ലാക്ക് ആണോ എക്സ്പ്രസ് ചെയ്തത്, വൈറ്റ് ആണോ എക്സ്പ്രസ് ചെയ്തത്? ഏതാ എക്സ്പ്രസ് ചെയ്തത്? പറ. ബ്ലാക്ക്. യെസ്. മെഹ്റ. പിന്നിൽ ഏതോ ഒരാൾ എനിക്ക് മിസ്സായി. ഒരാളെ പേര് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. സിമ്പിൾ ആണ് യൂസ് ചെയ്തത്. ബ്ലാക്ക് ആണ് എക്സ്പ്രസ് ചെയ്തത്. യെസ്. ഹനാൻ, എല്ലാരോടും ഹാപ്പിനെസ്, ഫാത്തിമ, ഹയ. അപ്പൊ ബ്ലാക്ക് ആണ് എക്സ്പ്രസ് ചെയ്തത്. ഇപ്പൊ ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണല്ലോ എക്സ്പ്രസ് ചെയ്തത്. ഷെസിൻ. യെസ് യെസ് യെസ്. ഇൻ കേസ് ഞാനിതിൽ ഒരു ടേൺ, ഒരു താഴെ നസാന. ഓക്കെ, ഞാനിതിൽ ഒരു ചെറിയ ടേൺ എടുക്കുകയാണ്. ഇൻ കേസ് എന്റെ കസിന്റെ അവസ്ഥ എങ്ങനെ തന്നെ, കസിന്റെ മദർ, അതായത് എന്റെ ആന്റി വൈറ്റ് അയ്യ. കാരണം ആ ഫാമിലി മൊത്തം, എന്റെ ഫാദറിന്റെ മൂത്തതുകളൊക്കെ വൈറ്റ് അയ്യ. എന്തായിരിക്കും കാരണം? ഫാദറിന്റെ മദറും വൈറ്റ് ആണ്. അവരെടുത്ത് ക്യാപിറ്റൽ ബി കൊടുക്കാനില്ല. അവരെല്ലാ കുട്ടികൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്താ? സ്മോൾ ബി. ആ ജീനാ കൊടുക്കുന്നത്. അതുകൊണ്ട് എന്റെ ആന്റിമാർക്കൊക്കെ വൈറ്റാണ്. എന്റെ ഫാദറിന്റെ അനിയന്മാർക്ക് എല്ലാവർക്കും വൈറ്റ് അയ്യാണ്. ആ ഫാമിലി മൊത്തം വൈറ്റ് ആയി. എന്റെ കാര്യം നോക്ക്, ഇതാണ് അവസ്ഥ. ഇതാണ്. അപ്പോ സങ്കടമൊന്നുമില്ല കേട്ടോ, എന്നാലും ഒരു ചെറിയ വിഷമം, ഏതോ ഒരു കുട്ടി പറഞ്ഞ പോലെ. അപ്പൊ നോക്കണേ, ഈ രീതിയിൽ പോകും. സോ സാഡല്ല, അത്രയ്ക്കൊന്നുമില്ല. അപ്പൊ എന്റെ കസിൻ സിസ്റ്ററെ ഞാൻ കല്യാണം കഴിക്കണം. അത് താഴെ കേൾക്കേണ്ട പ്രശ്നമാവും. അപ്പൊ എന്റെ കസിൻ സിസ്റ്ററെ ഞാൻ കല്യാണം കഴിക്കുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അവളുടെ അവസ്ഥ എങ്ങനെയായിരിക്കും? അസീൽ. യെസ് യെസ്. എന്താ ഓരോ ആൾക്കാരുടെ. ഓക്കെ, ചിക്കൻ ഫ്രൈ. എന്റെ കസിൻ സിസ്റ്ററുടെ വയറ്റ് രസം ഉണ്ടാവില്ല അല്ലെ? യെസ്, ന്യൂട്രീഷൻ. അപ്പൊ എന്റെ കസിൻ സിസ്റ്റർ അവസ്ഥ എന്തായിരിക്കും? നേരെ തിരിച്ചു വരും. അതായത് അവളുടെ മദർ എന്തായിരിക്കും? വൈറ്റ് ആയിരിക്കും. ഫാദർ എന്താണ്? ബ്ലാക്ക് ആണ്. ശരിയാണോ? അപ്പോ ഇത് പാരന്റ്സ് ആണ്. ഇത് പാരന്റ്സ്, എന്റെ പാരന്റ്സ്. അപ്പൊ എന്റെ കസിൻ സിസ്റ്ററുടെ പാരന്റ്സും തന്നെ ആയിരിക്കും. ഇനി ഇത് ഞാൻ 1ാം തലമുറയാണ്, ഫസ്റ്റ് ജനറേഷൻ, ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ. അതായത് എന്താ ഈ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ? ഈ പാരന്റ്സിൽ നിന്നുണ്ടായ 1ാം തലമുറയിലുള്ള കുട്ടിയാണ് ഞാൻ. ഇല്ലപ്പാ, വേരിയേഷൻസ്, വൈറ്റും മിക്സ് ആവുന്നില്ലല്ലോ, ഇന്റർമീഡിയറ്റ് ഇല്ലല്ലോ. യെസ്, അഫ്രാസൊക്കെ കറക്റ്റ് പോയിന്റ് ആണ്. അപ്പൊ വന്നിട്ടുണ്ട്. ഹാപ്പി. അപ്പൊ നോക്കണേ, F1 ഇതാണ് സീൻ അല്ലെ? ബ്ലാക്ക് ആണ്, അത് ഹെട്രോസൈഗസ് ആണ്. ഇനി ഞാൻ എന്റെ കസിൻ സിസ്റ്ററെയാണ് കല്യാണം കഴിക്കുന്നത് വിചാരിക്കും. മോസ്റ്റ് പ്രോബബ്ലി അവളും ഇങ്ങനെ തന്നെ ആവൂലേ? അതായത് അവളുടെ മദർ അവൾക്ക് സ്മോൾ ബി കൊടുക്കും, ഫാദർ അവൾക്ക് എന്ത് കൊടുക്കും? ക്യാപിറ്റൽ ബി കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു മാരേജ് ആണെങ്കിൽ അവിടെയുള്ള പോസിബിലിറ്റി എന്താ? ക്യാപിറ്റൽ ബി ഉള്ള ഞാൻ, സ്മോൾ ബി ഉള്ള ഞാനും, അതേ ക്യാപിറ്റൽ ബി സ്മോൾ ബി ഉള്ള അവളും തമ്മിലല്ലേ മാരേജ് നടക്കുക? യെസ് യെസ്. അതിന്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വിട്ടുപോയെ, ഒന്നുകൂടെ ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ
ഇവിടെ നടക്കുന്നത് സെൽഫ് ക്രോസിംഗ് അല്ലേ? സെൽഫ് എന്ന് പറഞ്ഞാൽ സ്വയം, സ്വന്തം. പയർച്ചെടികൾ ഇതൊക്കെയാ. ഹ്യൂമൻ ബീങ്സിൽ ഒരാൾക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? എഗും സ്പെർമിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂലല്ലോ. പക്ഷെ ജീൻ കോമ്പിനേഷൻ കറക്റ്റ് അല്ലേ? ഇതിനെ ഇതേ ജീൻ കോമ്പിനേഷൻ കൊണ്ട് ക്രോസ് ചെയ്താൽ അത് സെൽഫ്, സ്വയം ക്രോസിംഗ് എന്ന് പറഞ്ഞുകൂടെ? സത്യോ? ടേം മനസ്സിലാവുന്നുണ്ടോ? F1 എന്താന്ന് മനസ്സിലാവുന്നുണ്ടോ? ന്യൂട്രീഷൻ മനസ്സിലായില്ലെങ്കിൽ അപ്പൊ പറയണം യെസ് യെസ് യെസ്. പേരിട വേരിയേഷൻസ്. അപ്പൊ സെൽഫിങ് ആണ് അല്ലെ? വേരിയേഷൻ. യെസ്. അപ്പൊ ഇവിടെ നിന്ന് നോക്കണേ. ഇവിടെ ഇതും ബ്ലാക്ക് ആണ്, ഇതും ബ്ലാക്ക്. ഫർഹാന, രണ്ടുപേരും ബ്ലാക്ക് ആണ്. റെഡി അല്ലേ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ ഐ കളർ ബ്ലാക്ക്. എന്നാൽ ഇവിടെ നിന്ന് ഒരു പകുതി 23ലേക്ക് ക്യാപിറ്റൽ ബി പോലെ, മറ്റേ പകുതിയിലേക്ക് സ്മോൾ ബി പോലെ. അങ്ങനെയാണ് എന്റെ ബോഡിയിൽ നിന്ന് 2 തരം സ്പേം ഉണ്ടാവും അല്ലെ? ഏതൊക്കെ 2 തരം സ്പേം? ക്യാപിറ്റൽ ബി ഉള്ള സ്പേം ഉണ്ടാവും, സ്മോൾ ബി ഉള്ള സ്പേം ഉണ്ടാവും. എന്താ കാരണം? ഈ 46ൽ ഒരു 23ൽ ഇതും ഒരു 23ൽ ഇതും അല്ലേ? അപ്പോ ഈ 46ൽ ഒരു 23ലേക്ക് ഈ ക്യാപിറ്റൽ ബി പോരും, ഈ 46ൽ ഒരു 23ലേക്ക് ഈ സ്മോൾ ബി പോവും. ഐഡിയ കത്തിയോ? സെറ്റാണെന്ന് വിചാരിക്കുന്നു. അതേപോലെ അവളുടെ ബോഡിയിൽ നിന്നും 2 തരം എഗ്ഗുകൾ ഉണ്ടാവും. അതിൽ ഒരു 23ലായിരിക്കും ക്യാപിറ്റൽ. അച്ഛൻ കൊടുത്ത 23ൽ എന്തുണ്ട്? ക്യാപിറ്റൽ ബി. അമ്മ കൊടുത്ത 23ൽ എന്തുണ്ട്? സ്മോൾ ബി. അത് ഇങ്ങോട്ടും പോകൂലേ ചങ്ങായിമാരെ? പോവും അല്ലേ? പോവും. ഇനി എന്താ സംഭവിക്കുക? ഈ ക്രോസിങ്ങൾ ഒന്ന് ചെയ്ത് തീർക്കാൻ പറ്റുമോ നോക്ക്. നിങ്ങൾ ചെയ്ത് തീർത്തിട്ട് അതിന്റെ ബാക്കി പറ. എങ്ങനെയായിരിക്കും? നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അറിയാമേ, കോമ്പിനേഷൻ അറിയാം. എങ്ങനെയായിരിക്കും പോസിബിലിറ്റീസ് എങ്ങനെയാ വരിക? കേക്കട്ടെ. പോരട്ടെ. ഈ സ്പേം ഈ എഗ്ഗിനോട് കൂടിച്ചേരാം ഇല്ലേ? ആഹാ, യെസ്. ഷെസിൻ, അതിന്റെ മുമ്പ് ആരോ ഒരാള് കറക്റ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നസാൻ, യെസ്. പക്ക സെറ്റ്. സാബിത്ത്, പൊളി. മുഹമ്മദ്, ഒരു പേരുള്ള ആളുണ്ടായിരുന്നല്ലോ, പേര് വിട്ടു കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതാണെങ്കിൽ ക്യാപിറ്റൽ ബി വരൂലേ? ഈ കുട്ടി പ്യുവർ ബ്ലാക്ക് ആവൂലേ? സെറ്റല്ലേ? യെസ്. ഇതുമാണ് ഫ്യൂസ് ചെയ്യുന്നത് എങ്കിലോ ക്യാപിറ്റൽ ബി സ്മോൾ ബി, ഇതും ഏത് കളർ തന്നെ ആവും? ബ്ലാക്ക് ആവും. ഇനി ഇതുമാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിലോ അതും എന്താവും? ബ്ലാക്ക് ആവും. ഇതുമാണ് ക്രോസ് ചെയ്യുന്നതെങ്കിലോ സ്മോൾ ബി. ഇവിടെ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും അല്ലെ? ഇത് എന്തായിട്ട് മാറും? വൈറ്റ് ആയിട്ട് മാറും. യെസ്, വേരിയേഷൻ പക്ക. അപ്പൊ റേഷ്യോ എന്ത് കിട്ടും? പുറമെ കാണാൻ ശ്രദ്ധിക്കണേ അസീൽ. യെസ്. എക്സ്റ്റേണലി ബ്ലാക്ക്. എക്സ്റ്റേണലി 3 ബ്ലാക്ക് വേരിയേഷൻസ്. യെസ്. അങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് നമ്മൾ വിളിക്കുന്ന പേര് ഫീനോ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആണ്. അപ്പൊ എക്സ്റ്റേണലി ഉള്ള ടൈപ്പ് യെസ് ന്യൂട്രീഷൻ. അപ്പൊ എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ, ഒബ്സർവബിൾ ആയിട്ടുള്ള സംഭവത്തിന് ഹനാൻ, യെസ്, അത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫീനോ. ഇവിടെ ഫീനോ ടൈപ്പ് എത്രയാ? ടോൾ എന്നാണ്. ബ്ലാക്ക് എത്രയുണ്ട്? 3. വൈറ്റ് എത്രയുണ്ട്? 1. അങ്ങനെയാണ് പുറമെ കാണാൻ 3 ബ്ലാക്കും 3 കുട്ടികൾ ബ്ലാക്കും 1 കുട്ടികൾ വൈറ്റും അല്ലേ? ന്യൂട്രീഷൻ. യെസ്. വേരിയേഷൻ ജനറ്റിക്സ്. അസീൽ. ഇതാണ് ഫീനോട്ടിഫിക്കേഷൻ. എന്നാ നോക്കണേ, ഈ ബ്ലാക്കിന്റെ ജീൻ ടൈപ്പ് അഥവാ ഇന്റേണൽ ജനറ്റിക് മേക്കപ്പ് ശ്രദ്ധിക്കണേ. ഇന്റേണൽ ജനറ്റിക്, ഇതിന്റെ ഉള്ളിലുള്ള സെറ്റപ്പ് എന്താ? ക്യാപിറ്റൽ ബി അല്ലെ? അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ബി എന്നുള്ള ഒരു കുട്ടി ഉണ്ടല്ലോ, ബ്ലാക്ക് ആണ്. യെസ്, ബ്ലാക്ക് ആണ്. പക്ഷേ ഈ ബ്ലാക്കും ഇതും ഈ 2 ബ്ലാക്ക് ആണ് അല്ലെ? ആരോ ഒരാളുടെ മൊമാർ അബ്ദുൽ റസാഖ്, അവരുടെ മൈക്കോണാണ്. നോക്കണേതാ? അപ്പൊ ഫീനോടൈപ്പ് 3 ബ്ലാക്കും 1 വൈറ്റും ആണ്. അങ്ങനെയാണ് അതിന്റെ റേഷ്യോ എത്രയാണ്? 3:1 ആണ്. ഇത് മസ്റ്റ് കേട്ടോ, വേരിയേഷൻസ്. യെസ്, ഇത് മസ്റ്റ്, നമ്മൾ മറക്കാൻ പാടില്ല. ഇത് വെച്ചങ്ങ് ഓർത്താൽ മതി. ഇത് തന്നെയല്ലേ പയർച്ചെടി ചെയ്ത്, ഇത് തന്നെയല്ലേ റൗണ്ടും റിങ്കിൾഡും നമ്മൾ ചെയ്യുക, ഇത് തന്നെയല്ലേ ടോളും ഡാർഫ്, ഇത് തന്നെയല്ലേ വയലറ്റും വൈറ്റും. പ്രശ്നമില്ല, ഇതേ സാധനം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ അത് ഇങ്ങോട്ട് മാറ്റി. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കാര്യം മനസ്സിലായി. ദാറ്റ്സ് ഓൾ. മെന്റലിന്റെ പയർച്ചെടിയും പിടിച്ചിങ്ങാണ്ട് ഞാൻ പോയിരുന്നെങ്കിൽ ന്യൂട്രീഷൻ മനസ്സിലായില്ലേ? ഒന്നുകൂടെ ഇലാബറേറ്റ് ചെയ്ത് ചോദിക്കണേ. അപ്പൊ ഞാനത് തീർത്തോട്ടെ. ക്യാപിറ്റൽ ബി എന്ന് പറയുന്നത് പുറമെ കാണാൻ ബ്ലാക്ക് ആണ്, പക്ഷെ ഇന്റേണലി അത് ഈ കോലത്തിലാണ്. 2 ഡോമിനന്റ് ആണ് അല്ലെ? എന്നാൽ ഇനിയുള്ള 2 ക്യാപിറ്റൽ ബി സ്മോൾ ബി അല്ലേ?
എക്സ്റ്റേണലി ഈനോട്ടിപ്പിക്കലി ബ്ലാക്ക് ആണ് രണ്ടും, പക്ഷെ ഇന്റേണലി ജീനോടൈപ്പ് ക്യാപിറ്റൽ ബി സ്മോൾ ബി ആണ്. ഇനി ഒരു ജീനോടൈപ്പും കൂടെ ബാക്കിയുണ്ടല്ലോ, സ്മോൾ ബി. അങ്ങനെയാണ് ഇവിടെ എത്ര തരം ജീനോടൈപ്പ് ഉണ്ട്? ക്യാപിറ്റൽ ബി എന്നുള്ള ഒരു ജീനോടൈപ്പ് ഉണ്ട്, ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്നുള്ള 2 ജീനോടൈപ്പ് ഉണ്ട്, സ്മോൾ ബി എന്നുള്ള ഒരു ജീനോടൈപ്പും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ജീൻ ടൈപ്പ് അഥവാ ജീനോടൈപ്പിന്റെ റേഷ്യോ, ജീനോടിപ്പിക് റേഷ്യോ അല്ലെങ്കിൽ ജീനോടൈപ്പ് റേഷ്യോ എത്ര വരും? 1:2:1. ഇത് ചെയ്യാൻ പറ്റുമല്ലോ? നസാൻ ചോദിക്കുന്നുണ്ട് ബ്ലാക്ക് ഡോമിനന്റ് ആയതുകൊണ്ടല്ലേ? നബാന ഉറപ്പാണ് തിരിച്ചു വരും, പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. റേഷ്യോ എപ്പോഴും 1:2:1 തന്നെ ആയിരിക്കും. ക്യൂ ന്യൂട്രീഷൻ. യെസ് മെഹന. അങ്ങോട്ടാണ് നമ്മൾ വരുന്നത് മെഹന കേട്ടോ. ഹാപ്പി. ഈ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കാണുന്നത്. യെസ്. അപ്പൊ ഇവിടെ പല ആൾക്കാരും ചോദിക്കുന്നത് ജനറ്റിക്സ്. ഓക്കെ, ഇതിൽ എങ്ങനെയാണ് ഒരു ട്രേറ്റ് ഡോമിനന്റ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയാം. മിക്ക വൈറ്റും ഡോമിനന്റ് ആവുന്ന കേസസ് ഉണ്ടാവാം, പക്ഷെ ഇത് യൂഷ്വലി നമ്മൾ കൂടുതൽ കാണുന്നത് ഏതാ? ബ്ലാക്ക് ആണ്. നമ്മളിത് എപ്പോഴും നമുക്ക് ഡോമിനന്റ് ആണോ റിസീവ് ആണോ എന്ന് അറിയാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ക്രോസ് ചെയ്യാന്നുള്ള. ക്രോസ് ചെയ്താൽ 2 ക്യാരക്ടേഴ്സ് ക്രോസ് ചെയ്തിട്ട് അതിന്റെ F1-ൽ ആര് എക്സ്പ്രസ് ചെയ്യുന്നു അവരാണ് എന്ത്? ഡോമിനന്റ്. ബ്ലൂ ഗ്രീൻ എല്ലാം തന്നെ ബ്രൗണിനോട് റിസീവ് ആണ്. അവർക്കിടയിലുള്ള പാറ്റേണിൽ ഡിഫറൻസ് ഉണ്ടാവും. അത് മാത്രമല്ല, ഐ കളർ എന്ന് പറയുന്നത് ശരിക്കും ഫോളോ ചെയ്യുന്നത് മെന്റലിന്റെ ഇൻഹെറിറ്റൻസ് പാറ്റേൺ അല്ല. നമ്മൾ ഇവിടെ താൽക്കാലികമായിട്ട് എടുത്തു എന്നേ ഉള്ളൂ. ഐ കളർ ഇവിടെ ഒന്നും നിൽക്കൂല. മെന്റലിന് 2 ക്യാരക്ടേഴ്സിന്റെ ഐഡിയ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മെന്റൽ എപ്പോഴും 2 കോൺട്രാസ്റ്റിംഗ് ഫീച്ചേഴ്സിനെ പറഞ്ഞ് കണ്ണിന്റെ കളറിന് പോയാൽ ചങ്ങായിമാരെ എന്തോരം തരം കളേഴ്സ് ഉണ്ട് കണ്ണിൽ. ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അപ്പൊ അലീൽസിന്റെ എണ്ണം ഒരുപാട് കൂടുതലാണ് കേട്ടോ. അപ്പൊ അവിടെ ഒരു വ്യത്യാസമാണ്. യെസ്. അപ്പൊ അലീൽസ് പലതരമാണ് ഐ കളറിൽ. പക്ഷെ നമ്മൾ ഇവിടെ തൽക്കാലം ഈ ഒരു കാര്യം, ഒരു അലീൽ ഡോമിനന്റ് ആണ്. അപ്പോ നമ്മൾ ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള അതായത് എപ്പോഴും ഹൈബ്രിഡൈസേഷൻ അല്ലേ നടക്കുക? നമ്മൾ ക്യാരക്ടേഴ്സിനെ പരിഗണിച്ചിട്ടല്ലേ ചെയ്യുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി F1-ൽ ആര് വരുന്നു, F1-ൽ ആര് എക്സ്പ്രസ് ചെയ്യുന്നു, ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ആര് എക്സ്പ്രസ് ചെയ്യുന്നു, അവരാണ് ഡോമിനന്റ്. നോക്ക്, ഹോമോസൈഗസിൽ ബ്ലാക്ക് എക്സ്പ്രസ് ചെയ്യും, ഹോമോസൈഗസിൽ വൈറ്റും എക്സ്പ്രസ് ചെയ്യും. എന്നാൽ ഹെട്ടിറോസൈഗസ് കണ്ടീഷൻ F1-ൽ ഫസ്റ്റ് ക്രോസിംഗിൽ F1-ൽ ആര് ഡോമിനേറ്റ് ചെയ്യുന്നോ അതിൽ ഇത് നെയിം ചെയ്യുമ്പല്ല, നെയിം ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതേതാണ്. അതിനുശേഷം നെയിം ചെയ്യാൻ പോയാൽ പോരെ. പ്യുവർ ബ്രീഡിങ് എന്ന് പറയുന്ന, പ്യുവർ ലൈൻസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിനുള്ള സെക്കൻഡ് ഇയറിലെ ജനറ്റിക്സിലേക്ക് എത്തുമ്പോൾ നിങ്ങളെ ചോദ്യങ്ങളൊക്കെ പക്കയാ, ചെങ്ങക്കുള്ള ഉത്തരങ്ങളൊക്കെ സെക്കൻഡ് ഇയറിലെ ജനറ്റിക്സിൽ അവിടെ വെയിറ്റിംഗ് ആണ്. ഒരു വമ്പൻ അടിപൊളി ചാപ്റ്റർ ഉണ്ട്, സൂപ്പർ സംഭവമാണ്. അതിൽ നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ പോകുന്നുണ്ട്. ആ ട്രാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം ജനറ്റിക്സിൽ ഇത്രമാത്രം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊളിയാം, സെറ്റാം. അപ്പൊ നമുക്ക് ഈ റിവിഷൻ ക്ലാസ്സിൽ അതെല്ലാ കഥയും കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് എനിക്ക് പറയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഐ കളറിന്റെ അത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തിയത് കേട്ടോ. സെറ്റ്. ദെൻ അപ്പൊ നോക്കണേ, നമുക്ക് വേണ്ട സാധനങ്ങളെ തൽക്കാലം നമുക്ക് ഇപ്പൊ സെറ്റ് ആക്കാം. താങ്ക് യു. ദെൻ അപ്പൊ നോക്കണേ, ഫീനോടൈപ്പ് അറിയണം. പിന്നെ നിങ്ങൾ ഈ ചോദിച്ച കാര്യം, ഇത് അടിപൊളി ചോദ്യമാണ്, മറക്കരുത്. അതായത് എങ്ങനെയാണ് നമുക്കൊരു ആളെ ഡോമിനന്റ് എന്ന് തിരിച്ചറിയാം? ഡോമിനന്റ് തിരിച്ചറിയാം എപ്പോ എക്സ്പ്രസ് ചെയ്ത ഡോമിനന്റ് ആണ് തിരിച്ചറിയാം? ഹോമോസൈഗസിലാണോ ഹെട്രോസൈഗസിലാണോ? അത് അറിഞ്ഞാൽ മതി എനിക്ക്. എപ്പോഴാണ് ഒരു അലീൽ ഡോമിനന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും? ഹോമോസൈഗസ് വേരിയേഷൻസ് മതി. ഹെട്ടിറോ ക്യൂ. വേറെ ആരൊക്കെയാ? യെസ്. അടിപൊളിയായിട്ട് കുറെ ആൾക്കാരെ മറുപടികൾ ഉണ്ടല്ലോ. നോക്കണേ, അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ബ്ലാക്ക് ഹെട്രോസൈഗ് ഫാത്തിമ ഹയ, അതിന്റെ ഇടയ്ക്ക് ഒരാളെ എനിക്ക് മിസ് ചെയ്തു, ഷെസിൻ. യെസ്. അപ്പൊ ഹെട്രോസൈഗസ് കണ്ടീഷനിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ആളാരോ, എക്സ്പ്രസ് ചെയ്യുന്ന ആളാരോ, അതാണ് എന്ത്? ഡോമിനന്റ്. പക്കല്ലേ? ഹോമോസൈഗസിൽ 2 പേരും എക്സ്പ്രസ് ചെയ്യൂലേ? ആരാ ഡോമിനന്റ് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഇല്ല. അപ്പൊ F1-ൽ വരുമ്പോ ഇനി ഇതിന്റെ ഇടയ്ക്കൊരു ടേം നമ്മൾ മറന്നു കേട്ടോ. ചില ആൾക്കാരെ വിശ്വാസം മെന്റലി ആകെ 4 പയറിന്റെ വിത്തുകൾ മുളപ്പിച്ച് F2-ൽ. അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറ്റി.
ഇത് ഏത് ജനറേഷനാണ്? ഇത് എത്രാമത്തെ ജനറേഷനാണ്? F2 ജനറേഷൻ. ഇത് എന്റെ ജനറേഷൻ, ഒന്നാം തലമുറ. അത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത ജനറേഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങളിൽ നിന്ന് വരുന്ന ജനറേഷൻ നമ്മൾ എന്താ വിളിക്കുക? F2 ജനറേഷൻ എന്ന് വിളിക്കുക. F1, F2, Q3. യെസ്. F2 നമുക്ക് 3 വെറൈറ്റി ഉള്ള ജീനോടൈപ്പ് കിട്ടും. പക്ഷെ 2 വെറൈറ്റി ഉള്ള എന്തേ കിട്ടൂ? ഫീനോടൈപ്പേ കിട്ടുള്ളൂ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ ഒരു ക്രോസിൽ നമ്മൾ എത്ര സ്വഭാവം കൺസിഡർ ചെയ്തടാ? ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തത് ബ്ലാക്കും വൈറ്റും. ഏതാ ക്യാരക്ടർ? ഐ കളർ. എന്റെ ബോഡിയിൽ, എന്റെ കസിൻ സിസ്റ്ററുടെ ബോഡിയിൽ, അല്ലെങ്കിൽ എന്റെ ഫാദറിന്റെയും മദറിന്റെയും കേസിൽ ഈ കണ്ണിന്റെ കളർ മാത്രമേ ക്യാരക്ടർ ഉള്ളൂ. അവർക്ക് ഹൈറ്റ് ഉണ്ട്, അവരുടെ സ്കിൻ കളർ ഉണ്ട്, അവരുടെ ഹെയറിന്റെ പാറ്റേൺ ഉണ്ട്, ഐ ഉണ്ട്, നോസ് ഉണ്ട്, എവറിഥിങ് ഇസ് ദയർ. ബട്ട് വി ആർ കൺസിഡറിങ് എ സിംഗിൾ ക്യാരക്ടർ ഫോർ എ ക്രോസ്. ഏത് മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ? ഒരൊറ്റ ക്യാരക്ടർ മാത്രം, ഐ കളർ. അങ്ങനെ ഒരു സിംഗിൾ മോണോ ക്യാരക്ടറിനെ മാത്രം കൺസിഡർ ചെയ്ത് അതിന്റെ ഡിഫറൻറ്റ് മിക്സ് ചെയ്താൽ അതിനാണ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. യെസ്, ന്യൂട്രീഷൻ. പക്കല്ലേ? ഇതൊന്നും ഇനി ചോദിച്ചാൽ എന്റെ മക്കൾ തെറ്റിക്കരുത്. റെഡി അല്ലേ? അപ്പൊ എന്താ മോണോ ഹൈബ്രിഡ്? ആഹാ, ഫർഹാൻ ആരൊക്കെയോ ആൻസർ ചെയ്യുന്നുണ്ട്. ഹാപ്പി. യെസ്, ഷെസിൻ. യെസ് യെസ്, ഹാപ്പി ഹാപ്പി. അപ്പൊ ഇനി മറക്കരുത്, എന്താ മോണോ ഹൈബ്രിഡ്? അസിലെ ഒരു ക്യാരക്ടർ അറ്റ് എ ടൈം കൺസിഡർ ചെയ്ത് ചെയ്യുന്ന ക്രോസിന്റെ പേരാണെന്ന് മോണോ ഹൈബ്രിഡ്. ചില ആൾക്കാരെ തെറ്റിദ്ധാരണ, ഫയർ ചെടിയിൽ ക്രോസ് ചെയ്യുമ്പോൾ ആ ഫയർ ചെടിക്ക് ആകെ ഹൈറ്റ് മാത്രമേ ഉണ്ടായിരുന്നു, ടോളും ഡാർഫും. അങ്ങനെ ഒരു ചെടി നിൽക്കോ ചങ്ങന്മാരെ? അതിന് ഫ്ലവർ ഉണ്ട്, സീഡ് ഉണ്ട്, പോഡ് ഉണ്ട്, എവറിഥിങ് ഇസ് ദയർ. ബട്ട് he considered a single character at a time for a cross in the case of monohybrid cross. സെറ്റല്ലേ നോക്ക്. ഇനി ചില ആൾക്കാരുടെ വിശ്വാസം, അയാൾ ആകെ ക്രോസ് ചെയ്തപ്പോ, മെന്റൽ ക്രോസ് ചെയ്തപ്പോ 3 ടോളും 1 ഡ്വാർഫും കിട്ടിയെന്നാണ്. അങ്ങനെയല്ല, ആയിരക്കണക്കിന് സീഡുകൾ മുളപ്പിച്ച് അതിൻ്റെ അകത്ത് 765ഉം 235 പോലെ പ്രപ്പോർഷനിലാണ് പുള്ളിക്ക് എന്ത് കിട്ടിയത്? 7 എണ്ണത്തിനും അദ്ദേഹത്തിന് 3:1 എന്നുള്ള റേഷ്യോ കിട്ടി. ഓരോ ക്യാരക്ടറിനും എത്ര വിത്തുകൾ മുളപ്പിച്ച്? 1000. 7 ക്യാരക്ടേഴ്സിന് 1000 സീഡ്സ് മുളപ്പിച്ചു. അതിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു, മീൻ കണ്ടു, മോഡ് കണ്ടു, മീഡിയം കണ്ടു. പുള്ളി മാത്തമാറ്റിക്സിലാണ് പുലി. മാത്തമാറ്റിക്സ് ആണ് പുള്ളി പഠിച്ചത്. ടീച്ചിങ് സർട്ടിഫിക്കറ്റ് ഒന്നും പുള്ളിക്ക് കിട്ടിയില്ല, പക്ഷെ ആള് പുള്ളിയായിരുന്നു. ബയോളജിയിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ് അവിടെയുള്ള വെറൈറ്റി. യെസ്, ഷെസിൻ. മാത്സ് നന്നായിട്ട് അറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് പുള്ളിയുടെ കണ്ടുപിടുത്തങ്ങൾക്ക് നല്ല ക്ലാരിറ്റി വന്നു. അപ്പൊ ഇവിടെ വേരിയേഷൻസ് ചോദിക്കുന്നുണ്ട്. സ്കിൻ കളർ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീൻ അല്ല, അത് നമ്മൾ സെക്കൻഡ് ഇയർ ജെനറ്റിക്സ് പഠിക്കുന്നുണ്ട്. 3 ജീൻസ് കൂടിയിട്ടാണ് സ്കിൻ കളർ കൺട്രോൾ ചെയ്യുക. മെന്റൽ ഒരു ജീന്റെ കഥയെ മെന്റലിന് അറിയുള്ളൂ. അതിനുശേഷം ജെനറ്റിക്സ് ഒരുപാട് വലുതായി. നിങ്ങൾ അതിന്റെ ബേസിക്സിലൂടെ മാത്രമാണ് പോകുന്നത് കേട്ടോ. 3 ജീനാണ്. വേണമെങ്കിൽ ഒരു സാമ്പിൾ ഇടാം. ഇപ്പോ നീഗ്രോയിഡ് ആണെങ്കിൽ, അങ്ങനെയൊന്നും ഇപ്പൊ പറയാൻ പാടില്ല, എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലാൻ വേണ്ടി AABBCC, അതായത് ഇത് ജീൻ 1, ജീൻ 2, ജീൻ 3 ഇതെല്ലാം ഡോമിനന്റ് ആണെങ്കിൽ അവരെ സ്കിന്ന് കംപ്ലീറ്റ് ബ്ലാക്ക് ആയിരിക്കും. യെസ്, ഓഹോ, അവരെ എല്ലാം ബ്ലാക്ക് ആയിരിക്കും. എന്നാൽ യൂറോപ്യൻസ് ഒക്കെ ആണെങ്കിൽ, വെളുത്ത വർഗ്ഗക്കാരാണെങ്കിൽ അവർക്ക് എല്ലാവരും എന്തായിരിക്കും? റിസീവ് ആയിരിക്കും. അതുകൊണ്ട് ഇതിൽ മെലാനിൻ ഉണ്ടാക്കാനുള്ള ജീൻ ഉണ്ടാവില്ല. യെസ്, QQ. അപ്പൊ മെലാനിനെ ഉണ്ടാവില്ല, മുടിയും എവറിത്തിങ് ഇസ് വൈറ്റ്. ഇവരുടെ കേസിൽ അതല്ല, എവറിത്തിങ് ഈസ് ഡാർക്ക്. കണ്ണിന്റെ വെള്ളയും ചിരിച്ച പല്ലും മാത്രമേ വൈറ്റ് ആവുമെന്നാണ് ഞാൻ സാധാരണ ക്ലാസ് പറയാറില്ല കേട്ടോ. സ്കിൻ കളർ വേറെയാണ്, നമുക്ക് സെക്കൻഡ് ഇയറിൽ പഠിക്കാം. ഇതൊക്കെ സെറ്റാണോ? ന്യൂട്രീഷൻ, യെസ്, ഒക്കെ വേറെ ലെവലാമേ. നീ സെക്കൻഡ് ഇയറിൽ വാ, നമുക്ക് പൊളിക്കാം. അപ്പൊ എന്തൊക്കെയായി? മോണോഹൈബ്രിഡ് ക്രോസ് ആയി. യെസ്, മോണോഹൈബ്രിഡ് ക്രോസ് ആയി. ഇനി ഈ മോണോഹൈബ്രിഡ് ക്രോസിനെ നമുക്ക് വേറെ രീതിയിലും റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. അതിനെ പുന്നറ്റ് സ്ക്വയർ എന്നാണ് വിളിക്കുക. പുന്നറ്റ് സ്ക്വയറിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എഴുതിക്കോളല്ലോ. ഫീനോട്ടിപ്പിക് റേഷ്യോയും ജീനോട്ടിപ്പിക് റേഷ്യോ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് അറിയാലോ. ടോള് തന്നാലും റൗണ്ട് തന്നാലും ലെറ്റർ മാത്രമല്ലേ നോക്കേണ്ടതുള്ളൂ. ഹെട്രോസൈഗസ് കണ്ടീഷനിൽ എന്തായാലും തരും, ഡോമിനന്റ് ആണോ റിസീവ് ആണോ എന്ന് തരും. ഇല്ലെങ്കിൽ ഓക്കെ. അപ്പൊ നിങ്ങളത് വേറെ രീതിയിൽ റെപ്രസെന്റ് ചെയ്തു. ഉദാഹരണത്തിന് എന്റെ കേസാന്ന് വിചാരിച്ചു, ക്യാപിറ്റൽ ബി സ്മോൾ ബി. ഇങ്ങനെ 2 ഗ്യാമറ്റിനെ സെപ്പറേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു വരയ്ക്കുക, ക്യാപിറ്റൽ ബി സ്മോൾ ബി എന്ന് എഴുതുക. എന്നിട്ട് ഇതിനൊരു ബോക്സ് ആക്കുക, ഒരു സ്ക്വയർ പോലെ ആയിട്ടുണ്ടാവും. ഇത് മെയിൽ ഗ്യാമറ്റ് ആണ്, എന്റെ സ്പേം ആണ്. ഇത് ഫീമെയിൽ ഗ്യാമറ്റ് ആണ്, എഗ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ ബി ഇത് ഫ്യൂസ് ചെയ്യും. ഇത് ബ്ലാക്ക് ആണ്. ഇത് ക്യാപിറ്റൽ ബി സ്മോൾ ബി അല്ലേ, ഇതെന്താണ്? ബ്ലാക്ക് ആണ്. ഇത് ക്യാപിറ്റൽ ബി സ്മോൾ ബി വരൂലേ,
ഇതെന്താണ്? ബ്ലാക്ക് ആണ്. ഇത് സ്മോൾ ബി അല്ലേ? ഇതെന്താണ്? വൈറ്റ് ആണ്. സെറ്റ്. ഇത് നമ്മൾ ചെക്കർ ബോർഡ് എന്നോ പുന്നറ്റ് സ്ക്വയർ എന്നോ വിളിക്കും. ഇത് പണി എളുപ്പമാണ്. ഇത് സത്യത്തിൽ മോണോ ഹൈബ്രിഡിനല്ല സെറ്റ് ആവുക. ഏതിനാ? ഡൈ ഹൈബ്രിഡിനാണ്. റെഡി അല്ലേ? യെസ്. ക്യൂ ക്യൂ ക്യൂ. അതിൽ ഒരു പിടിയും കിട്ടൂല വിശാലെ, നമ്മൾ കുടുങ്ങിപ്പോ അല്ലേ? എത്ര ഉണ്ട്? 4 ഗ്യാമീറ്റ്സ് ഇല്ലേ? ഇവിടെ 2 ഉണ്ടായല്ലോ. ഇങ്ങോട്ട് 4 വരും, ഇങ്ങോട്ട് 4 വരൂല്ലേ? അതിന് വരടാൻ നിന്നാൽ, നേരത്തെ വരട്ട പോലെ വരടാൻ നിന്നാൽ എങ്ങോട്ടാ ഇതിലേ പോയത്? ഒരു പിടിയും കിട്ടൂല. അതുകൊണ്ട് ഫീനോ ടൈപ്പും ജീനോ ടൈപ്പും എളുപ്പത്തിൽ ഒബ്സർവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളാണ് എന്ത്? പുന്നറ്റ് സ്ക്വയർ. റെജിനാൾഡ് സി പുന്നറ്റ് പറഞ്ഞ ബ്രിട്ടീഷ് സയന്റിസ്റ്റ് ആണ് അത് ഉണ്ടാക്കി. കിട്ടും, പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ദെൻ ഒരു മിനിറ്റ് ഇടാ. യെസ്. Firoz sir, everything is fine there, right? I think it is stuck. യെസ്. ഓക്കെ, അപ്പൊ ഇത് പുന്നറ്റ് സ്ക്വയർ അല്ലെങ്കിൽ ചെക്കർ ബോർഡ് വിളിക്കുക. ഇനി നമ്മൾ മെന്റലിന്റെ തിയറീസ് നമുക്കൊന്ന് പറയണം, വേണ്ടേ? നമുക്ക് ഗ്രാഫും വെച്ചിട്ട് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിൾസ് ഒന്ന് പറയാം. സിമ്പിൾ കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇതൊന്നും നിങ്ങൾ മാർക്ക് കൊണ്ട് കളഞ്ഞേക്കരുത്. അത്രയും സിമ്പിൾ ആണ്, ഒന്നും കളഞ്ഞേക്കരുത്. അപ്പൊ അതിൽ നമുക്കറിയാവുന്ന ഒക്കെ മാർക്ക് ഫുള്ള് വാങ്ങണേ, പറ്റിച്ചേക്കരുത്. ടോളും ഡ്വാർഫും ഇതല്ലായിരുന്നു മെന്റലിന്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ക്രോസ് ആയിട്ട് നമ്മൾ പറയാം. ഹൈറ്റ് ആണ് ക്യാരക്ടർ, ടോളും ഡ്വാർഫും. ഇവിടെ ക്യാപിറ്റൽ ടി ഉണ്ടാവും, ഇവിടെ സ്മോൾ ടി ഉണ്ടാവും. ഇതിൽ നിന്നും പകുതി ഗ്യാമിറ്റ് ഉണ്ടാവും. ഇങ്ങനെ ഗ്യാമിറ്റ് വരുന്നു, എന്നിട്ട് F1 ഉണ്ടാവുന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ടി. റെഡി അല്ലേ? ഇവിടെ 2 ഡിസിമിലർ അലീൽസ് അല്ലേ വന്നത്? ക്യാപിറ്റൽ ടി ഒരു അലീലാണ്, സ്മോൾ ടി വേറൊരു അലീലാണ്. ഇങ്ങനെ ഡിസിമിലർ അലീൽസ് വന്നപ്പോ ഇതെന്തായി മാറി? ടോളായി മാറി. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒന്ന് സത്യത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, യെസ് മിഷാൽ, സത്യത്തിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു സാധനം, വേരിയേഷൻസ്. യെസ്. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ ടോള് മാത്രം ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ മെന്റൽ പറയുന്നു 2 കോൺട്രാസ്റ്റിംഗ് അലീൽസ് രണ്ട് കോൺട്രാസ്റ്റിംഗ് അലീൽസ് കൂടെ വന്നാൽ അതിലൊന്ന് എക്സ്പ്രസ് ചെയ്യും, മറ്റത് എന്താവും? സപ്രസ്ഡ് ആവും. ക്യാപിറ്റൽ ടി എക്സ്പ്രസ് ചെയ്തു ടോളായി, സ്മോൾ ടി സപ്രസ്ഡ് ആയിട്ട്. എക്സ്പ്രസ് ചെയ്തതിനെ ഡോമിനന്റ് എന്നും സപ്രസ് ചെയ്തതിനെ റിസീവ് എന്നും വിളിക്കും. ഇതാണ് ഫസ്റ്റ് ലോ. മുടിയുമോ മുടിയാതെ, പറ്റൂലേ? സെറ്റല്ലേ? അപ്പൊ എന്താ ലോ ഓഫ് ഡോമിനൻസ് എന്ന് പറഞ്ഞാൽ? മെന്റൽ പറഞ്ഞത് 2 ഡിസിമിലർ അലീൽസ് ഒരുമിച്ച് വന്നാൽ, ഒരു ഓർഗാനിസത്തിൽ ഒരു ക്യാരക്ടറിന്റെ ഡിസിമിലർ അലീൽസ് ഒരുമിച്ച് വന്നാൽ ഒന്ന് എക്സ്പ്രസ് ചെയ്യും, മറ്റത് സപ്രസ് ആയി പോകും. ദാറ്റ്സ് ഓൾ. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിന്റെ പേരാണ് ലോ ഓഫ് ഡോമിനൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഓഫ് മെന്റൽ. പറ്റൂലേ? ആരെയും കാണുന്നില്ലല്ലോ. ആ, ഷസീൻ ഒരാളെ മിസ്സായി പോയി. ഫർഹാൻ, വേരിയേഷൻസ് ക്ലിയർ. ഫസ്റ്റ് ലോ സെറ്റ്. നിക്കിനെ കുറെ നേരമായി കണ്ടിട്ട്. ന്യൂട്രീഷൻ എപ്പോഴും സെറ്റാണ്, ക്യൂക്ക് എപ്പോഴും ഉണ്ട്. അപ്പൊ അത് സെറ്റ്. ബാക്കിയുള്ള ആൾക്കാരെ കുറെ അടക്കം നിൽക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അവരെ പേര് വരെ മറന്നു. ഇപ്പൊ കുറച്ച് ആൾക്കാരെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഇതാണ് ഒന്ന്. ഷസീൻ. യെസ്. ഇനി നോക്കണേ, ഇവിടെ നിന്ന് ഗ്യാമെറ്റ് ഫോം ചെയ്യണേ. ഗ്യാമെറ്റ് ഫോം ചെയ്യാം. ഈ ചെടിയിൽ നിന്നും ഗ്യാമെറ്റ് ഫോം ചെയ്യുന്നു, അല്ലെങ്കിൽ സെൽഫ് ചെയ്യുന്നു വിചാരിക്കും. സെൽഫ് ചെയ്യുന്ന സമയത്ത് നോക്കണേ, ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. ക്യാപിറ്റൽ ടി എക്സ്പ്രസ് ചെയ്തിരുന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ടീനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിട്ടില്ല. രണ്ടും ടോളാണ്. പക്ഷെ ഗ്യാമിറ്റ് ഉണ്ടാവുമ്പോ നോക്കണേ, ഗ്യാമിറ്റ് ഉണ്ടാവുമ്പോ ക്യാപിറ്റൽ ടി ഒരു ഗ്യാമറ്റിലേക്കും സ്മോൾ ടി വേറൊരു ഗ്യാമറ്റിലേക്കും സെപ്പറേറ്റ് ചെയ്യും. ക്യാപിറ്റൽ ടി ഒരു ഗ്യാമറ്റിലേക്കും സ്മോൾ ടി വേറൊരു ഗ്യാമറ്റിലേക്കും സെപ്പറേറ്റ് ചെയ്യും. യെസ് മിഷാൽ, സെപ്പറേഷന്റെ വേറൊരു പേരല്ലേടാ സെഗ്രിഗേഷൻ. കത്യ
അപ്പൊ ഒരു ജീന്റെ അലീൽസ്, ഇത് ഒരു ജീന്റെ ഡിഫറെന്റ് അലീൽസ് അല്ലെ. പക്ഷെ ഗ്യാമിറ്റ് ഫോം ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടിയോട് ഞാൻ ഡോമിനന്റാ നീ പോണ്ട എന്ന് പറയോ? ഇല്ല. ക്യാപിറ്റൽ ടി ഒരു ഗ്യാമറ്റിലേക്കും പോകും, സ്മോൾ ടി വേറൊരു ഗ്യാമറ്റിലേക്കും പോകും. സെറ്റ് അല്ലേ? ഇതിന്റെ പേരാണെന്ത്? ലോ ഓഫ് സെഗ്രിഗേഷൻ. ഡ്യൂറിംഗ് ഗ്യാമിറ്റ് ഫോർമേഷൻ ഡിസിമിലർ അലീൽസ് വിൽ സെപ്പറേറ്റ് ഈച്ച് അതർ. ഗ്യാമിറ്റ് ഫോർമേഷന്റെ സമയത്ത് ഡിസിമിലർ അലീൽസ് സെപ്പറേറ്റ് ചെയ്യും. ദേ നെവർ ബ്ലെൻഡ് ടുഗെദർ. അത് എന്ത് ചെയ്യാറില്ല? ബ്ലെൻഡ് ചെയ്യാറില്ല. ലോ ഓഫ് സെഗ്രിഗേഷൻ, സെക്കൻഡ് ലോ ഓഫ് മെൻഡൽ. പറ്റുമോ പറ്റൂലേ? പറ്റുമോ പറ്റൂലേ? യെസ്. ക്യൂ ക്യൂ ക്യൂ. ഒരു ക്യൂ മതിയായിരുന്നടാ അസീൽ. യെസ്, ഞാൻ എനിക്ക് എളുപ്പത്തിൽ വിളിക്കുക. ഇൻബോക്സ് ചെയ്താലും നിങ്ങളെ മെസ്സേജ് കൊണ്ട് നിറഞ്ഞിട്ട് കേട്ടോ. ഷെസിൻ, യെസ്, പൊളിച്ച്. അപ്പൊ എന്തൊക്കെയായി? ലോ ഓഫ് സെഗ്രിഗേഷൻ ആയി. 2 ലോ പഠിച്ചു. എത്ര ഈസി ആയിട്ടൊക്കെ പഠിച്ചു. അപ്പൊ ലോ ഓഫ് ഡോമിനൻസ് നിങ്ങൾക്ക് അറിയാം. രണ്ടും ഇവിടെ നല്ല നമ്മൾ പറയാം 2 ക്യാരക്ടേഴ്സ്. അപ്പൊ നമുക്ക് എത്ര വേണേലും പറയാലോ. അപ്പൊ റൗണ്ടും റിങ്കിൾഡും വരുമ്പോ റൗണ്ടിനെ എക്സ്പ്രസ് ചെയ്യുന്നു, റിങ്കിൾഡിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ മെന്റൽ പറയുന്ന എപ്പോഴും 2 എണ്ണം ഡിസിമിലർ അലീൽസ് വന്നാൽ ഒന്ന് ഡോമിനേറ്റ് ചെയ്യും, മറ്റേ സപ്രസ്ഡ്. അതിന്റെ പേരാണ് ഡോമിനൻസ്. ഇനി ഇതിൽ നിന്ന് ഗ്യാമറ്റ് ഫോം ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ആർ ഒരു വഴിക്കും പോകും, സ്മോൾ ആർ വേറൊരു വഴിക്കും പോകും. എന്റെ പേരാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇതിനെന്തത്ര പാട്? ഒരുപാടില്ല. പൊളിയാണ്, അടിപൊളിയാണ് എന്റെ പാട്ട്. അപ്പോ സെറ്റ്. ഇനി അടുത്ത ഏതാ? നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം അല്ലെ. ഡൈ ഹൈബ്രിഡ് ക്രോസ്. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. വിശാൽ, യെസ് യെസ്. നിക്കിന്റെ മെസ്സേജ് മിശാലിന്റെ മെസ്സേജിന്റെ പിന്നിലായി പോയി കേട്ടോ, കണ്ടില്ല. ദെൻ മിശാലെ സെറ്റ് സെറ്റ് ഡൈ ഹൈബ്രിഡ്. യെസ് ഷെസിൻ, ഓക്കെ. ഇത് റെഡി അല്ലേ? റെഡി അല്ലാത്ത ആൾക്കാർ ഇതുപോലെ അങ്ങോട്ട് ചോദിച്ചേക്കണ, ഞാൻ കാണാത്ത. ഡൈ ഹൈബ്രിഡ് നിക്കിനെ ഞാൻ പോയി തപ്പട്ടെ. ഓ, ഒരു ക്യൂ ആയോ? ഒരുപാട് ക്യൂകളുള്ള. സാർ ഇൻ കേസ് ഹൈറ്റ് ചിലത് മീഡിയം ഹൈറ്റ് ഉണ്ടാവില്ലേ? നിക്കണ്ട ഇവിടെ. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. സാർ ഇൻ കേസ് ഹൈറ്റ് ചിലത് മീഡിയം ഹൈറ്റ് ഉള്ളത് ഉണ്ടാവും. എന്താ സംശയം? മീഡിയം ഹൈറ്റ് ഉള്ളത് ഉണ്ടാവും. പക്ഷെ അത് there are different forms of inheritance. Incomplete dominance, co-dominance, അങ്ങനെ കുറെ സംഭവങ്ങൾ വേറെ ഉണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേര് നോൺ മെന്റേലിയൻ ഇൻഹെറിറ്റൻസ്. മെന്റൽ പറഞ്ഞതുപോലെ അല്ലാത്ത ഇൻഹെറിറ്റൻസ്. നിങ്ങൾക്ക് ഇപ്പോ എന്ത് മാത്രമേ ഉള്ളൂ? മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. മാരൻ പറയാട്ടോ. എന്താടാ മാരൻ? ഓക്കെ. അപ്പൊ നോക്കണേ. പിന്നെ നമ്മൾ ഇനി നേരെ പോകുന്നത് ഡെഫിനിഷൻസ്. നമുക്ക് ഇതിലിടാം. നിക്ക് ഡെഫിനിഷൻസ് നമുക്ക് എന്തിലിടാം? നോട്ടായിട്ട് ഇടാം കേട്ടോ. റെഡി. അപ്പൊ ഡൈ ഹൈബ്രിഡ് ക്രോസ്. മോണോഹൈബ്രിഡ് എന്തായിരുന്നു? ഇതൊക്കെ ചോദിച്ചാൽ ഞങ്ങൾ പറയണേ. മോണോഹൈബ്രിഡ് എന്താ? വി ആർ കൺസിഡറിങ് എ സിംഗിൾ ക്യാരക്ടർ അറ്റ് എ ടൈം ഫോർ എ ക്രോസ്. ഒരു ക്രോസിന് ഒരു ക്യാരക്ടർ മാത്രം കൺസിഡർ ചെയ്ത് ചെയ്യുന്ന ക്രോസിന്റെ പേരാണ് എന്ത്? മോണോഹൈബ്രിഡ് ക്രോസ്. അങ്ങനെയാണ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ. യെസ്, വേരിയേഷൻസ്. ഡൈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നിക്കേ ഒരാളെ മെസ്സേജ് മറന്നു. ന്യൂട്രീഷൻ. വി ആർ കൺസിഡറിങ് 2 ക്യാരക്ടേഴ്സ് അറ്റ് എ ടൈം. എത്ര ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്യും? 2 ക്യാരക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്ന സീലെ. അതിന്റെ പേരാണ് എന്ത്? ഡൈ ഹൈബ്രിഡ് ക്രോസ്. നിക്ക് സെറ്റ് സെറ്റ്. നോക്കണേ, നമുക്കിവിടെ റൗണ്ടും യെല്ലോയും തമ്മിലുള്ള ക്രോസ് ആയിക്കോട്ടെ. പാരന്റ് റൗണ്ട്, സീഡ് റൗണ്ട് ആണ്. ഉണ്ട്. ഫാദറും മദറിനും ബ്ലാക്ക് ഐ ആണ്, പക്ഷെ വേറെ കണ്ണുള്ള കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ നമ്മളെ കേസ് തന്നെ പറഞ്ഞല്ലോ, എന്റെയും കസിന്റെയും കണ്ണ് ബ്ലാക്ക് ആണ്. പക്ഷെ ഞങ്ങളിൽ 3-ൽ ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായാൽ, ഞങ്ങൾ കല്യാണം കഴിച്ച് ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായാൽ 4-ൽ 1 സാധ്യത വൈറ്റിന് ഉണ്ടല്ലോ. അതല്ലേ നമ്മൾ അതിൽ പറയുന്നത് 3:1 റേഷ്യോ. എന്റെ കണ്ണും എന്റെ കസിന്റെ കണ്ണും 2 പേരുടെ കണ്ണും ബ്ലാക്ക് ആണ്. സ്റ്റിൽ ഞങ്ങൾക്ക് വൈറ്റ് ഐ ഉള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. പണ്ട് കാലത്തായിരുന്നു ഇതിനൊക്കെ തെറ്റിദ്ധാരണയായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ജനറ്റിക്സ് തപ്പിയിട്ട് പോകും. മേ ബി മിയ വേരിയേഷൻസ്. യെസ്. നസ്ഹാൻ ചോദിക്കുന്നുണ്ട്, ഗ്രാൻഡ് പാരന്റ്സിന്റെ ക്യാരക്ടർ എങ്ങനെയുണ്ട്? എടാ, നീ ആലോചിച്ച് നോക്ക്. സ്മോൾ ബി എന്നുള്ളത് എന്റെ ഫാദറിന്റെ അടുത്തുള്ളത് എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തല്ലേ? ഒറ്റ മിനിറ്റ് എടാ, ഞാൻ ഇതിനൊന്നും പറഞ്ഞൂടെ. ബ്ലൂ വരാം, വൈറ്റും ബ്ലാക്ക്. അത് ഡിപ്പെൻസ് ഓൺ ദാറ്റ് ജീൻ. അവരെടുത്ത് അലീൽസ് ഉണ്ട്, അതിനൊക്കെ കോമ്പിനേഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഒറ്റക്കായിരുന്നെങ്കിൽ ഇരുന്നും കണ്ട് ഇതൊക്കെ കോമ്പിനേഷൻ വെച്ച് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയാണ്.
ഓക്കെ, എന്റെ അടുക്ക് ഏതോ ഒരു ചോദ്യത്തിന്റെ ഇത് വിട്ടുമല്ലോ. ആ, എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തുള്ള വൈറ്റ് അതല്ലേ എന്റെ ഫാദറിന്റെ അടുത്തുള്ള, അതല്ലടാ എന്റെ ഫാദർ എനിക്ക് തന്ന്. അപ്പൊ ആക്ച്വലി എന്റെ അടുത്തുള്ള സ്മോൾ ബി എന്ന് പറയുന്നത് ആരുടെയാണ്? എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തുള്ള അല്ലേ? അതിന്റെ പേരല്ലേ ഇൻഹെറിറ്റൻസ്, എന്റെ പേരല്ലേ ഹെറിഡിറ്റി. സെറ്റ്. ദെൻ നോക്കണേ, റൗണ്ട് സീഡിന്റെ ഷേപ്പ്, യെല്ലോ സീഡിന്റെ കളർ. അപ്പോ രണ്ട് ക്യാരക്ടർ ഇവിടെ എടുത്തിട്ടുണ്ട്, ഞാൻ സൈഡിലേക്ക് എഴുതുന്നുണ്ട്. ഒന്ന് സീഡിന്റെ ഷേപ്പാണ്, രണ്ടാമത്തത് സീഡിന്റെ കളറാണ്. അപ്പൊ റൗണ്ട് സീഡിന്റെ ഷേപ്പ്, യെല്ലോ സീഡിന്റെ കളർ. ഇത് ഡോമിനന്റ് കേട്ടോ. യെല്ലോയും ഡോമിനന്റ് ആണ്. മലിഹ. ദെൻ ഇനി ഇതേ റൗണ്ടിന്റെ റിസീവ് ആണ് മാറിപ്പോയത്. റൗണ്ടിന്റെ റിസീവ് ആണ് റിങ്കിൾഡ് സീഡ്, യെല്ലോന്റെ റിസീവ് ആണ് ഗ്രീൻ സീഡ്. അപ്പൊ നോക്കണേ, ഇവിടെ എത്ര ക്യാരക്ടർ? ഇത് റൗണ്ടും റിങ്കിൾഡും സീഡിന്റെ ഷേപ്പ് ആണ്, യെല്ലോയും ഗ്രീനും സീഡിന്റെ കളറാണ്. സെറ്റാണോ? അപ്പൊ ഇവിടെ 1 2, ഇവിടെ 1 2, ഒരേ സമയം രണ്ട് ക്യാരക്ടർ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസ്. അപ്പൊ രണ്ട് ക്രോസ്. അപ്പൊ ഇതില് എങ്ങനെയാണോ ടി എടുത്ത് അതേപോലെ തന്നെ റൗണ്ടിന് 2 ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ? യെസ് വിശാൽ. അതേപോലെ യെല്ലോയ്ക്കും 2 ഉണ്ടാവും. റെഡി അല്ലേ? ഇവിടെ അത് റിസീവ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ സ്മോൾ ലെറ്റേഴ്സ് എടുക്കുന്നു എന്ന് മാത്രം. ഇത് റെഡിയാണോ? അല്ലെങ്കിൽ പറയാം എങ്ങനെയാണ് ലെറ്റേഴ്സ് എടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്രോസ് ചെയ്തിട്ട് നേരത്തെ അറിയാം റൗണ്ട് എല്ലോ ആണ്. വൈറ്റ് കിട്ടിയില്ലടാ മെഹന, ഞാൻ കസിനല്ല കല്യാണം കഴിച്ച്, അവൾ അറിയണ്ട. ഒറ്റ മിനിറ്റ് എടാ, നമ്മൾ ഈ ക്രോസ് ചെയ്ത് തീർക്കാം. എന്നിട്ട് ഷെസിനെ എന്ത് പറ്റി? ബോർഡ് വേറുള്ള ആൾക്കാർക്ക് ആർക്കെങ്കിലും ക്ലിയർ അല്ലാതെ ഉണ്ടോ? ഉണ്ട്. മലിയക്ക് ക്ലിയർ അല്ല. ഇപ്പോഴോ? ന്യൂട്രീഷൻ ചില ആൾക്കാർക്ക് ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ നിങ്ങളെ സ്ക്രീനിന്റെ കളറോ ബ്രൈറ്റ്നെസ്സോ ഒന്നും മാറ്റി വെക്കണേ. ഇവിടെ എല്ലാവർക്കും ക്ലിയർ ആണ്. അവരെ നെറ്റ്വർക്ക് പ്രോബ്ലം, ഇടയ്ക്കൊരു ബ്ലർ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ നോക്കണേ, ഇത് 2 ക്യാരക്ടേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട എത്രയേ ഉള്ളൂ, ഈ ഇവിടെ നിന്ന് ഒരു 6 വരും നമുക്കറിയാം, ഇവിടെ നിന്ന് ഒരു വൈയും വരും. ഇത് മെയിൽ ആണെങ്കിൽ ഇതിന്റെ ഒരു സ്പേമിൽ തന്നെ അല്ലെങ്കിൽ ഒരു പോളൻ ഗ്രെയിനിൽ തന്നെയല്ലേ രണ്ടും വരിക. ഇവിടെ മാത്രം നിങ്ങൾ തെറ്റിക്കുക. യെസ്, ക്യൂ. അപ്പൊ ഇത് 2 എണ്ണത്തിലാക്കി എഴുതരുത്. 2 എണ്ണത്തിലാക്കി എഴുതിയാൽ 2 സ്പേം എന്നാണ് പറയാ, അല്ലെ 2 പോളൻ ഗ്രെയിൻ എന്നാണ് പറയാ. റൈറ്റിലേക്ക് ഇങ്ങോട്ടാണോ? ഇപ്പൊ കറക്റ്റ്. ഓക്കെ. അത് ഞാൻ മാറുമ്പോഴും ചിലപ്പോ ഇത് കോൺട്രാസ്റ്റിൽ വ്യത്യാസം വരും. സ്കിന്നിന്റെ കളർ വരുമ്പോ, സ്കിൻ ടോൺ വരുമ്പോ മാറുന്നതും ആവട്ടെ. നിങ്ങളൊന്ന് മാറാൻ പറഞ്ഞാൽ ഇത് നോക്കണേ. അപ്പൊ ഇവിടുന്ന് ഗ്യാമറ്റ് ഉണ്ടാവുമ്പോ എല്ലാ ജീവനും ഈ ഗ്യാമറ്റിലേക്ക് വരും. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് പകുതിയിൽ ഒരു ക്യാപിറ്റൽ ആർ വരും, ഇതിന്റെ ഒരു പകുതി ഇങ്ങോട്ടും വരും. അതേപോലെ തന്നെ ഇതിന്റെ ഒരു പകുതി സ്മോൾ ആറും വരും, ഇതിന്റെ ഒരു പകുതി സ്മോൾ വൈയും വരും. സെറ്റ് അല്ലേ? ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താലല്ലേ F1 ഉണ്ടാവുക. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താൽ എന്തുണ്ടാവും? F1 ഉണ്ടാവും. അങ്ങനെ F1 ഉണ്ടായാൽ ക്യാപിറ്റൽ ആർ ഇവിടെ നിന്ന് വന്നു, അതിന്റെ കൂടെ മാത്രമേ സ്മോൾ ആർ എഴുതാവൂ. കാരണം അത് രണ്ടും ഒരേ സ്വഭാവമാണ്, രണ്ടും സീഡിന്റെ ഷേപ്പാണ്. ഇത് റൗണ്ട് ആവാൻ, ഇത് റിംഗിൾഡ് ആവും. യെസ്. എന്നിട്ട് മാത്രമേ അടുത്തതിന്റെ പേര് എഴുതാവൂ. അങ്ങനെയാണ് റൂള്. ക്യൂ. യെസ്. അപ്പൊ ഇതും റൗണ്ട് യെല്ലോയാണ്. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, ഡോമിനൻസ് ശരിക്കും വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ? ഡോമിനന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴാണ് എന്താണ്? ഒരു മിനിറ്റ്. സാധ്യതയില്ല. ഓക്കെ. അപ്പൊ നോക്കണേ, റൗണ്ട് യെല്ലോ. ഓക്കെ അല്ലേ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? റൗണ്ട് യെല്ലോ. അപ്പൊ ഈ റൗണ്ട് യെല്ലോയില് ഇതും ഡോമിനന്റ്. ഇവിടെ ഈ റൗണ്ട് ഡോമിനന്റ് ആണ്, യെല്ലോ ഡോമിനന്റ് ആണ്. ഇത് ലോ ഓഫ് ഡോമിനൻസ്. ഇനി എല്ലാവരും ശ്രദ്ധിക്കണേ, ഡോമിനൻസ് ഇതിനുണ്ട്, ഇതിനുണ്ട്. ഇനി നിങ്ങൾക്കറിയാം, ഇതിൽ നിന്ന് ഗ്യാമറ്റ് ഉണ്ടാവുമ്പോ ലോ ഓഫ് സെഗ്രിഗേഷൻ വർക്ക് ചെയ്യും അല്ലെ? ലോ ഓഫ് സെഗ്രിഗേഷൻ എങ്ങനെയാ? ക്യാപിറ്റൽ ആർ ഒരു ഗ്യാമറ്റിലേക്കും പോകും, സ്മോൾ ആർ വേറൊരു ഗ്യാമറ്റിലേക്കും പോകും. റെഡി അല്ലേ? ഇതിന്റെ പേര് ലോ ഓഫ് സെഗ്രിഗേഷൻ. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ വൈ ഒരു ഗ്യാമറ്റിലേക്കും പോകും, സ്മോൾ വൈ വേറൊരു ഗ്യാമറ്റിലേക്കും. ശരി, എന്ത് പറ്റിയടാ?
ബ്ലറാവുന്നുണ്ടോ? സെറ്റ് ആക്കാം കേട്ടോ. 1 മിനിറ്റ്. ഇപ്പോഴാ കേൾക്കുന്നുണ്ടോ? യെസ്, ഓക്കെ അല്ലേ? യെസ് യെസ് യെസ്. അഫ്രാസ് ഇടക്കൊക്കെ മിണ്ട് കേട്ടാ. അസീൽ, യെസ് യെസ്. ഇത് നമ്മളെ ഇമ്പോർട്ടന്റ് പോയിന്റ്. അവിടെ നിന്ന് കൈവിട്ട് വരുന്നു. ഇത് സെറ്റ് ആയതിന്റെ പതിവ് പ്രശ്നം. ഓക്കെ, ശരി. യെസ് യെസ് യെസ്. എന്താ നെറ്റ്വർക്കിൽ ഇഷ്യൂ എന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നോക്കണേതാ? ക്യാപിറ്റൽ ആർ. ക്യാപിറ്റൽ ആറിന്റെ കൂടെ ഒരിക്കലും ആര് പോവില്ല? സ്മോൾ ആർ പോവില്ല. ലോന്റെ പേര് ലോ ഓഫ് സെഗ്രിഗേഷൻ. ക്യാപിറ്റൽ വൈന്റെ കൂടെ ഒരിക്കലും ആര് പോവില്ല? സ്മോൾ വൈ പോവില്ല. ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇത് നമുക്കറിയാം. എന്നാല് ഇനി നോക്കണേ. മൂന്നാമത്തെ ലോന്റെ പേര് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്നാണ് കേട്ടോ. അപ്പൊ നോക്കണേ, ക്യാപിറ്റൽ ആറിന്റെ കൂടെ സ്മോൾ ആർ പോവില്ല. പക്ഷേ ക്യാപിറ്റൽ ആറിന്റെ കൂടെ വേറൊരു ജീന്റെ അലലായിട്ടുള്ള ആർക്ക് പോകാം? ക്യാപിറ്റൽ വൈക്ക് പോവാം. അപ്പൊ ഇതിന്റെ കൂടെ പോവാം. പക്ഷെ ഇതൊരിക്കലും ഇതിന്റെ കൂടെ പോവില്ല. അതിന്റെ പേര് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇതൊരിക്കലും ഇതിന്റെ കൂടെ പോവില്ല. അതിന്റെ പേര് ലോ ഓഫ് സെഗ്രിഗേഷൻ. പക്ഷെ ഇയാൾക്ക് ഇതിന്റെ കൂടെ പോവാം. ഷെസിൻ, ഇപ്പോഴും വ്യത്യാസമല്ലേ? വേരിയേഷൻസ് അതെന്താടാ? കറക്റ്റ് ഈ ടൈമിൽ തന്നെ ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? ഇപ്പോഴോ? യെസ്. നോക്കണേതാ? ക്യാപിറ്റൽ ആറിന് വേണമെങ്കിൽ ആരുടെ കൂടെ പോവാം? ക്യാപിറ്റൽ വൈന്റെ കൂടെ പോവാം. ഇതേ ക്യാപിറ്റലിന് ആറിന് ആരുടെ കൂടെ പോകാനുള്ള ഫ്രീഡം, സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ഉണ്ട്. സ്മോൾ വൈന്റെ കൂടെയും പോകാനുള്ള ഇൻഡിപെൻഡൻസ് ഉണ്ട്. കത്തിയോ? ഇതേപോലെ നോക്കണേ, ക്യാപിറ്റൽ ആർ ഇത്ര തോന്നിയ ആൾക്കാരെ കൂടെ പോയിട്ടുള്ളൂ. ഇനി പിന്നെ ഇതില് ഈ ക്യാപിറ്റൽ ആറിന് വേണമെങ്കിൽ ആരുടെ കൂടെ പോകാനുള്ള ഫ്രീഡം ഉണ്ട്? ക്യാപിറ്റൽ വൈന്റെ കൂടെ പോകാനുള്ള ഫ്രീഡം ഉണ്ട്. സ്മോൾ ആറിന് വേണമെങ്കിൽ ആരുടെ കൂടെയും പോകാം? സ്മോൾ വൈന്റെ കൂടെയും പോകാം. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ അസോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കൂടിച്ചേരുക, കൂടിക്കലരുക, മിക്സ് ആവുക എന്നാണ് അർത്ഥം. അങ്ങനെയാണ് എന്താ അവിടെ അർത്ഥം നോക്കിയേ. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ജീനിന്റെ അലിന് വേറൊരു ജീനിന്റെ അലിന്റെ കൂടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് മിക്സ് ആവാം, അസോർട്ട് ചെയ്യാം. ക്യാപിറ്റൽ ആറിന്റെ കൂടെ ക്യാപിറ്റൽ വൈക്കും പോവാം, ക്യാപിറ്റൽ ആറിന്റെ കൂടെ സ്മോൾ വൈക്കും പോവാം. നോക്കിക്കേ, ഫ്രീഡം ഉണ്ട്, ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ ഒരു ജീന്റെ അലിൽ വേറൊരു ജീന്റെ അലിന്റെ കൂടെ ഇൻഡിപെൻഡന്റ് ആയി അസോർട്ട് ചെയ്യുന്നു. alleles of one gene can independently assort with alleles of another gene. സെറ്റാണോ? ഇതൊക്കെ കുട്ടികൾ ഇങ്ങനെ എന്താ സാറേ ഇതൊന്നും അറിയില്ല, ഡിഫറെന്റ് അലൈൻസ്, ഇതൊക്കെയാണ് പലപ്പോഴും കുട്ടികൾ ഡൗട്ടായി ചോദിക്കുന്നത്.
സെറ്റ് അല്ലേ? യെസ്, വേരിയേഷൻസ് ക്ലിയർ അല്ലേ? ആണ്. ഇതിന്റെ കോമ്പിനേഷൻ പോയാൽ ഇത് ഒരൊറ്റ പ്ലാന്റ് ഉണ്ടായതല്ലേ? ഇതേപോലെ 4 ഇതേ ഗ്യാമറ്റ്സ് ഇങ്ങോട്ടും വരൂലേ? ഷെസിൻ, യെസ്, ഷെസിന ഹാപ്പി കേട്ടോ. ഷെസിന മാത്രല്ല ഹാപ്പി. എന്നാലും അങ്ങനെയാണെങ്കിൽ ആ കോമ്പിനേഷൻ എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പൊ അത് കോമ്പിനേഷൻ ഞാൻ ബോർഡിൽ എഴുതുന്നതിനേക്കാളും എനിക്ക് തോന്നുന്നു ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അത് നോക്കാം. യെസ്, കാണുന്നുണ്ടോ? യെസ് യെസ് യെസ്, ഒന്ന് നോക്കി വെച്ചേ. ഇതാ ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് എന്ത് കാണാം? RY ഉണ്ട് അല്ലേ? RY ഇവിടെ ഉണ്ട്. എല്ലാ കോമ്പിനേഷനും നമുക്ക് കാണാൻ തോന്നും അല്ലേ? നോക്കണേതാ? RY ഒന്നാമത്തെ ഗ്യാമറ്റ് ഇവിടെ അല്ലേ? ഒന്നാമത്തെ ഗ്യാമറ്റ് ഉണ്ട്. യെസ്, RY ഉണ്ട്. രണ്ടാമത്തെ ഗ്യാമറ്റ് ഉണ്ട്. എല്ലാ ഗ്യാമറ്റും ഇവിടെ ഉണ്ട്. ഈ ലൈനിലുള്ളത് മെയിൽ ഗ്യാമറ്റ് ആണെങ്കിൽ ഈ ലൈനിലുള്ളത് എന്താണ്? ഫീമെയിൽ ഗ്യാമറ്റ് ആണ്. റെഡി അല്ലേ? അപ്പൊ ഇങ്ങനെ ഫീമെയിൽ ഗ്യാമറ്റ്സ് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? ഫീമെയിൽ ഗ്യാമറ്റ്സ് വരുന്ന സമയത്ത് ഫീമെയിലും മെയിലും തമ്മിൽ ഉള്ള ക്രോസിൽ ഒന്നാമത്തത് എന്താണ്? റൗണ്ട് എല്ലോ ആണ്. അതിൽ ആ റൗണ്ട് എല്ലോ എണ്ണിയാൽ നമുക്ക് എത്ര എണ്ണം കിട്ടും? 9 കിട്ടും. റെഡി അല്ലേ? എക്സ്റ്റേണലി 9 എന്താണ്? റൗണ്ട് എല്ലോ ആണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. ക്യാപിറ്റൽ ആർ വന്നാൽ റൗണ്ട് ആണ്. ക്യാപിറ്റൽ വൈ വന്നാലും അതെന്താണ്? യെല്ലോ ആണ്. ഇതും റൗണ്ട് എല്ലോ ആണ്. ഇതും റൗണ്ട് എല്ലോ ആണ്. ഇതും എല്ലാം എന്താണ്? റൗണ്ട് യെല്ലോ ആണ്. ഇങ്ങനത്തെ എത്ര എണ്ണം ഉണ്ട്? 9 ഉണ്ട്. അപ്പൊ എക്സ്റ്റേണലി 9 റൗണ്ട് യെല്ലോ ആണ്. റെഡി അല്ലേ? ഇനി റിങ്കിൾഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഈ ടൈപ്പ് ഒന്നേ കാണാനുള്ളൂ. റെഡി അല്ലേ? അങ്ങനത്തെ ഒന്നേ ഉള്ളൂ. അപ്പൊ പാരന്റിനെ പോലെ എത്ര എണ്ണേ ഉള്ളൂ? യെസ് മിഷാൽ, പാരന്റിനെ പോലെ 9 1 10 എണ്ണേ ഉള്ളൂ. പക്ഷെ നമ്മൾ പാരന്റിന്റെ കാണാത്ത സംഭവങ്ങൾ ഇവിടെ ഉണ്ട് അല്ലേ? ഏതാ പാരന്റിന്റെ കാണാത്ത സംഭവം ഉള്ളത് നോക്കിയേ. യെസ്, ഏതാ പാരന്റിന്റെ കാണാത്തതുള്ളത്? ഇതാ റിങ്കിൾഡ് യെല്ലോ എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ റൗണ്ട് ഗ്രീൻ എന്ന് പറഞ്ഞൊരു സാധനവും പാരന്റ്സിൽ ഉണ്ടായിരുന്നില്ല. റെഡി അല്ലേ? അങ്ങനത്തെ 3 വീതം ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ റേഷ്യോ എത്ര വരും? 9:3:3:1. 9:3:3:1 എന്നുള്ള ഫീനോട്ടിപ്പിക് റേഷ്യോ നിങ്ങൾ മറക്കരുത്. റെഡിയാണോ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? 9 റൗണ്ട് യെല്ലോ വരും, 3 റൗണ്ട് ഗ്രീൻ വരും, 3 റിങ്കിൾഡ് യെല്ലോ വരും, 1 റിങ്കിൾഡ് ഗ്രീനും വരും. ഈ റേഷ്യോ മറക്കരുത് കുട്ടികൾ. 9:3:3:1. സെറ്റ് അല്ലേ? മുന്നോട്ട് പോയിക്കൂടെ? റെഡി അല്ലേ? ഓക്കെ, യെസ്, ഇത് സെറ്റാണ്. സെറ്റ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വേരിയേഷൻസ് കണ്ടല്ലോ. വേരിയേഷൻസ് കണ്ടു. ന്യൂട്രീഷൻ, യെസ്, ന്യൂട്രീഷനെ കുറെ നേരം കണ്ടില്ല. ന്യൂട്രീഷൻ എടുക്കാൻ പോയോ? കഴിക്കാൻ പോയാ? അപ്പോ ഇതിൽ വേരിയേഷൻ നമ്മൾ കണ്ടു അല്ലെ? ഈ വേരിയേഷൻസിന്റെ പ്രത്യേകത എന്താണ്? എന്താ? ഇതൊക്കെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് ഈ ട്രേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഇൻഹെറിറ്റ് ചെയ്യുന്ന ട്രേറ്റ് അല്ലേ? എന്നാൽ ഇൻഹെറിറ്റ് ചെയ്യാത്ത അക്വയർ ചെയ്ത ട്രേറ്റുകൾ ഉണ്ടാവുമല്ലോ. ഉണ്ട്. യെസ് വിശാൽ, യെസ്. 2 തരം ട്രേറ്റുകൾ ഉണ്ട്. നിങ്ങൾ എക്സാമിന് ചോദിക്കുന്ന ചോദ്യം. ഇൻഹെറിറ്റബിളും ഉണ്ട്, അക്വയർഡ് ട്രേറ്റും ഉണ്ട്. എന്താ ഇത് 2 തമ്മിലുള്ള വ്യത്യാസം? എനിവൺ? വാട്ട് ഈസ് ദ ഡിഫറൻസ്? അക്വയർഡ് ആൻഡ് ഇൻഹെറിറ്റഡ്. ഒരാളെ മെസ്സേജ് എനിക്ക് മിസ്സായി കേട്ടോ. മെഹന പറയുന്നുണ്ട് ഫ്രം ബർത്ത് ആണെങ്കിൽ. നിക്ക് പറയുന്നുണ്ട് ഫ്രം പാരന്റ്സ് ആണെങ്കിൽ. മെന്റലിന് 3 ലോ കേട്ടോ. യെസ്, ന്യൂട്രീഷൻ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ പാരന്റ്സിൽ നിന്നും നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്ന ജീൻസ് വഴി കിട്ടുന്ന ഓക്കെ ശരി. പാരന്റ്സിൽ നിന്നും ജീൻസ് വഴി ബൈ ബർത്ത് കിട്ടുന്നത് ഇൻഹെറിറ്റഡ് ആണ് അല്ലെ? ആണ്.
ഉദാഹരണത്തിന് നമുക്ക് ഇഷ്ടം പോലെ ട്രേറ്റ് പറയാം. ഐ കളറ്, ഹെയറിന്റെ രൂപം, ഇല്ലേ? ഇങ്ങനെയുള്ളതെല്ലാം എന്താണ്? ഇൻഹെറിറ്റഡ് ആണ് ഫ്രം പാരന്റ്സ് ടു ഓസ്പ്രിങ്സ്. അതിൻ്റെ അത് നമുക്കൊന്നും ചെയ്യാനില്ല. എന്നാൽ അക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആഫ്റ്റർ അക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നേടിയെടുക്കുക എന്നാണ് മലയാളം. അതായത് ആഫ്റ്റർ ബർത്ത് നമ്മൾ നേടിയെടുത്ത സംഭവങ്ങളെയാണ് നമ്മൾ എന്ത് ട്രേറ്റ് എന്ന് വിളിക്കുക? അക്വയർഡ് എന്ന് വിളിക്കുക. ഷെസിനെ സോറി കേട്ടോ, എന്നോടത് മറന്നുപോയി. ദെൻ കാണുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ അക്വയർ ചെയ്യുന്ന ഷെസിനെ ഇത് പോരുത്, അത് എഴുതിയെടുക്കുന്നതിനിടയിൽ ഇത് പോയില്ലല്ലോ. അതായത് നമ്മൾ ആഫ്റ്റർ ബർത്ത്, ഇപ്പൊ ചില ആൾക്കാർ ഇയർ പിയേഴ്സ് ചെയ്യാറുണ്ട്, ചില ആൾക്കാർ ജിമ്മിൽ പോയിട്ട് നല്ല മസിൽ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അത് അയാൾ ഡെവലപ്പ് ചെയ്ത ഡാൻസ്, സിംഗിങ്ങിന്റെ സ്കില്ല്, ഇതൊക്കെ അക്വയർ ചെയ്ത ട്രേറ്റുകളാണ് അല്ലെ? എന്നാൽ ഇത് അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കുവോ? ഇല്ല. അടുത്ത ജനറേഷനിലേക്ക് കൊടുക്കുകയായിരുന്നെങ്കിൽ അതുകൊണ്ട് കാര്യം ഉണ്ടായിരുന്നു. യെസ്, അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അക്വയർഡ് ട്രേറ്റ്സ് എന്ന് വിളിക്കുക. അപ്പൊ ട്രേറ്റ്സ് എത്ര തരം ഉണ്ട്? 2 തരം. ഇൻഹെറിറ്റഡ് ട്രേറ്റ്സും ഉണ്ട്, അക്വയർഡ് ട്രേറ്റ്സും ഉണ്ട്. സെറ്റ് അല്ലേ? ഇതുവരെ വന്നതൊക്കെ ഓക്കെ അല്ലേ? ആണ്. ദെൻ അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടുപോകും ഞാനിങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ. എന്നാലും എനിക്ക് കുറേ സന്തോഷങ്ങളുണ്ട്, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്നത്. ഇനി ഒരു സെക്സ് ഡിറ്റർമിനേഷൻ ഉണ്ടല്ലോ, അതും കൂടെ പറഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ശരി, യെസ്, അതും കൂടെ പറഞ്ഞാൽ ഏറെക്കുറെ ബാക്കിയുള്ള നമുക്ക് പിന്നെ ക്ലാസ്സുകൾ വരുമ്പോൾ നമുക്ക് സെറ്റ് ആക്കാം. ഇത്ര പെട്ടെന്ന് സമയം പോയി എന്ന് ഞാനും അറിഞ്ഞില്ല കേട്ടോ. നിക്ക്. അപ്പൊ സെക്സ് ഡിറ്റർമിനേഷൻ എങ്ങനെയാണ് ഒരു കുഞ്ഞ് മെയിൽ ആവുന്നത്, ഫീമെയിൽ ആവുന്നത്, ഇതും കൂടെ നമുക്ക് നോക്കാമെന്നുള്ളതാണ്. അപ്പൊ ഇതിൻ്റെ അകത്ത് താങ്ക് യു ക്യൂ. അപ്പൊ ഞാനിപ്പോഴാണ് നോക്കുന്നത്. ഇറ്റ് ഈസ് നൗ ടൈം ഇസ് 9. ദെൻ യെസ്, നിക്ക്. കാര്യങ്ങൾ അറിയാലോ അല്ലെ? അടിപൊളി അടിപൊളി അടിപൊളി. പല ജീവികളിൽ പല രീതിയിലാട്ടോ, പല ജീവികളിൽ പല രീതിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഈ സ്നെയിലൊക്കെ ചിലപ്പോൾ സെക്സ് മാറും. ചിലത് മെയിൽ ഫീമെയിൽ ആവും, ഫീമെയിൽ മെയിൽ ആവും. ഫിഷിലൊക്കെ, ചില ക്ലോൺ ഫിഷിലൊക്കെ ഈ ഒരു ഏരിയയിൽ കുറെ മെയിൽ ആയാൽ ബാക്കിയുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി എന്താവും? മെയിലിലെ കുറച്ച് ആൾക്കാർ രൂപം മാറിയിട്ട് ഫീമെയിൽ ആവും. അതേപോലെ റെപ്റ്റൈൽസിൽ ഷെസിൻ റെപ്റ്റൈൽസിൽ ടെമ്പറേച്ചർ, ഷെസിനെ പോകരുത്, ഇതും കൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, എന്നാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. സംഭവം ഒക്കെ അല്ലേ? ആശയങ്ങൾ, കോൺസെപ്റ്റ് ക്ലിയർ ആയി വരുന്നുണ്ടല്ലോ, അത് നമുക്ക് വേണ്ടത്. ജീനോട്ടിപ്പിക് റേഷ്യോ വേണ്ട മെഹന, അതൊക്കെ നമുക്ക് സെക്കൻഡ് ഇയറിൽ പൊളിച്ചടക്കി. ഏതാണ് സാധനം? ഡൈ ഹൈബ്രിഡ് അല്ല, നമുക്ക് ട്രൈ ഹൈബ്രിഡ് ക്രോസ് തന്നെ ചെയ്യണം. യെസ്, നിക്ക്. അപ്പോ എന്തൊക്കെയായി? എന്തോന്ന് പറഞ്ഞ് വൈദ്യുതി പോയി. റെപ്റ്റൈൽസിൽ ഇവിടെ ആരോ പറഞ്ഞു ടെമ്പറേച്ചർ നോർമൽ ആണെങ്കിൽ മെയിൽ ആവാനും ഫീമെയിൽ ആവാനും ഉള്ള പോസിബിലിറ്റി ഉണ്ട്. ദെൻ എവിടെയാണോ മിഷാൽ, യെസ്, അതായത് എങ്ങനെയാണോ ആ ടെമ്പറേച്ചർ ഉള്ളത് അതിനനുസരിച്ചാണ് കാര്യങ്ങളുടെ കിടപ്പ്. അത് ഭയങ്കര രസമല്ലേ അല്ലെ? മെയിലും ഫീമെയിലും ഒക്കെ ഡിറ്റർമിൻ ചെയ്യുന്നത് അറ്റ്മോസ്ഫിയറിലെ ടെമ്പറേച്ചർ മാറുന്നതിന് അനുസരിച്ച്. അത് അടിപൊളി പരിപാടിയല്ലേ? ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയേ, ടേർട്ടിലിന്റെ കഥയാണ് ഇവിടെ ഉള്ളത്. യെസ്, നോക്കണേ, 32 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ അത് ഫീമെയിൽ ആണ്. 28ന്റെയും 32ന്റെയും ഇടക്കാണെങ്കിൽ അത് 50-50 ചാൻസ് ആണ് മെയിൽ ആവാനും ഫീമെയിൽ ആവാനും. എന്നാൽ ടെമ്പറേച്ചർ കുറവാണെങ്കിലോ അതെന്താവും? മെയിൽ ആവും. എങ്ങനെയുണ്ട് പരിപാടി അല്ലെ? മെയിലും ഫീമെയിലും തീരുമാനിക്കുന്നത് എന്ത്? അതായത് അതിന്റെ എഗ്ഗ് കിടക്കുന്ന ടെമ്പറേച്ചറാണ് തീരുമാനിക്കുക. ഇപ്പൊ ചില ജീവികളിൽ അങ്ങനെ, ചിലതിൽ സെക്സ് റിവേഴ്സ് ചെയ്യും, ചിലതിൽ എൻവയോൺമെന്റ് ഡിറ്റർമിൻ ചെയ്യും, ചിലതിൽ ഹാപ്ലോ ഡിപ്ലോയിഡ് ഡിറ്റർമിൻ ചെയ്യും, കുറെ പരിപാടികളുണ്ട്. എന്നാൽ ഹ്യൂമൻ ബീയിങ്സിലെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പൊ മെയിലും ഫീമെയിലും ഒരുപോലെയുള്ള ക്രോമസോംസ് ഉണ്ട് അല്ലെ? മെയിലും ഫീമെയിലും ഒരുപോലെയുള്ള ക്രോമസോംസ്. അപ്പോ ആൺകുട്ടികളാണെങ്കിലും പിള്ളേരാണെങ്കിലും എല്ലാവരിലും ഒരേപോലെയുള്ള, അതായത് കൈ, കാല്, കണ്ണ്, മൂക്ക്, ചെവി, ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ക്രോമസോംസ് ഉണ്ട്. അതിനെ നമ്മൾ ഓട്ടോസോംസ് വിളിക്കാം. ഓട്ടോസോംസ് വിളിക്കാം. ഓട്ടോസോംസ് 22 പേരാണ്. 22 പേഴ്സ് ആണ് ഓട്ടോസോംസ്. എന്നാൽ 23 പേരല്ലേ മൊത്തം. ഒരു പേരിനെ നമ്മൾ വിളിക്കുന്ന പേര് സെക്സ് ക്രോമസോംസ് ആണ്. കാരണം എന്താ? അതാണ് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് എന്ത് ചെയ്യുക? ഡിസൈഡ് ചെയ്യുക. അതെ, വേരിയേഷൻസ്. യെസ്. അപ്പൊ സെക്സ് ക്രോമസോംസ് ആണ് ഒരു പേരേ ഉള്ളൂ, അതാണ് ഡിസൈഡ് ചെയ്യുക. അത് ഏതൊക്കെയാ നോക്കാം. ഇപ്പൊ ഫീമെയിൽ ആണെങ്കിൽ 44 ഓട്ടോസോംസ് ഉണ്ടാവും. പ്ലസ് 45 എക്സ് ആയിരിക്കും, 46 എന്തായിരിക്കും? എക്സ്. യെസ്, മേന. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ക്രോമസോമാ? 44 ഓട്ടോസോം പ്ലസ് 2 സെക്സ് ക്രോമസോം, 45, 46. റെഡി അല്ലേ? ഇനി ഞാൻ മെയിലിന്റെ ക്രോമസോമിന്റെ പാറ്റേൺ എഴുതാവേ. 44 പ്ലസ്
XY ആണെങ്കിൽ അതെന്താണ്? 44 ഓട്ടോസോം ഉണ്ടാവും. 45X, 46ാമത്തത് ഏതാ? Y. അങ്ങനെയാണ് ഇവിടെ ഡിഫറെന്റ് ക്രോമസോംസ് ഇല്ലേ? ഇത് മെയിലാണ്. നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഇത് ആരാണ്? ഫീമെയിൽ ആണ്. റെഡി അല്ലേ? അപ്പൊ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്. ഇനി ഇവിടുന്ന് ഗ്യാമറ്റ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ അല്ലേ? ഈ 44 പകുതിയാവൂലേ? 22 ആവും. യെസ്. ഇനി 22ന്റെ കൂടെ ഇതും പകുതിയാവണ്ടേ? എക്സും വൈയും പെയറാണ്. അങ്ങനെയാണ് 22+X ഉള്ള ഒരു സ്പേം ഉണ്ടാവില്ലേ? ഇനി അടുത്തൊരു 22 ബാക്കിയുള്ളൂ. ഒരു 22 പോയിട്ടുള്ളൂ. 44 അപ്പൊ ഇതിന്റെ അകത്ത് അടുത്തതിൽ നിന്ന് ഇതിന്റെ 22 പോയി, ബാക്കിയുള്ള 22ന്റെ കൂടെ ഇതിന്റെ പകുതി പോകും. ആ പകുതി ആരാ? വൈ. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പേംസ് ഉണ്ടാവും അല്ലെ? ഇവിടെ നിന്ന് എങ്ങനെ വന്നാലും 22+X ഉണ്ടാവുള്ളൂ. റൈറ്റ്? 22+X ഉണ്ടാവുള്ളൂ. ഈ 44 22 ഒരു എക്സ്, ഈ 44 അടുത്ത 22 ഒരു എക്സ്. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. രണ്ടിനും ഒരേ ഇമ്പാക്റ്റ് ആണ്. കത്യ ഐഡിയ മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇതും ഇതുമാണ് ഫ്യൂസ് ചെയ്യുന്നത് എങ്കിൽ 22+22 44+XX അല്ലേ വരൂ? ഇത് ഫീമെയിൽ അല്ലേ? കത്തിയോ? യെസ്, ഗേൾ. ഇനി ഇതും ഇതുമാണ് ഫ്യൂസ് ചെയ്യുന്നത് എങ്കിലോ 22+22 44 അല്ലേ? +XY അല്ലേ? ഇത് മെയിൽ ബേബി അല്ലേ? ബോയ് അല്ലേ? സെറ്റാണോ? അപ്പൊ കുട്ടി ആണാണോ പെണ്ണാണോ തീരുമാനിക്കുന്നത് മസ്ഹാൻ? ആരാടാ? ഫാദറാണ്. ന്യൂട്രീഷൻ അല്ലെ? ഫാദറാണ് തീരുമാനിക്കുന്നത്. ഇതിന്റെ മുന്നേ എൻ്റെ ഒരു സ്റ്റുഡന്റ് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്. സാറേ ഇതിലെ കോമഡി എന്താണെന്നറിയോ? അയാൾ പറഞ്ഞ ഇതിലെ കോമഡി എന്താണെന്നറിയോ? ഫീമെയിൽ വേർഡ്സ് എഴുതിയാല് അതെ 50-50 പോസിബിലിറ്റി. അത് കറക്റ്റ് ആട്ടോ. അതെ, ഇങ്ങനെയുള്ളതിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി എത്രയാണ്? 50-50 ആണ്. ഏതൊരു ബർത്തിലും 50-50. എത്ര പോസിബിലിറ്റി എന്നുള്ളൊരു ചോദ്യം വരാം. ആരാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വരാം. എന്തുകൊണ്ടാണ് ഫാദർ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ള ചോദ്യം വരാം. കാരണം ഡിഫറെന്റ് ഗ്യാമറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാ? ഫാദർ. അതുകൊണ്ട് ഫാദറാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത്. മദറിന് എക്സ് കൊടുക്കുക എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മദർ ഒരു എക്സിനെ കൊടുക്കുന്ന എല്ലാ എഗ്ഗിലും എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ന്യൂട്രീഷൻ ഡിഫറെന്റ് ഗ്യാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിലാണ്. അതുകൊണ്ട് കുട്ടി ആണാവണം. പലപ്പോഴും പല ഫാമിലിയിലൊക്കെ മുമ്പുള്ള അവസ്ഥ എന്താണെന്നറിയാം? ഒരു ഫാമിലിയിൽ ഒരു ലേഡി പെൺകുട്ടികളെ മാത്രമാണ് പ്രസവിക്കുന്നതെന്ന് വിചാരിക്കാം. അതാണ് ഇപ്പൊ പറഞ്ഞ ഫർഹാന. പെൺകുട്ടികളെ മാത്രമാണ് പ്രസവിക്കുന്നതെന്ന് വിചാരിക്കാം. കുറ്റം മൊത്തം ആർക്കാണ്? ഫീമെയിലിനാണ്. നിനക്കെന്താ ആൺകുട്ടികളെ പ്രസവിച്ചൂടെ? എന്നാൽ പുതിയ കാലഘട്ടത്തിലുള്ള പെൺപിള്ളേര് വിടും. അവരെന്തു പറയും? അവര് പറയും ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്താണ് വൈയുള്ള ക്രോമസോമിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ആൺകുട്ടികൾ ഉണ്ടാവും. അല്ലാതെ എക്സ് ക്രോമസോം ഉള്ള ഗ്യാമറ്റിനെ തന്നാൽ എനിക്കൊന്നും ചെയ്യാനില്ല, നോ റോൾ ഇൻ മൈ പാർട്ട് എന്ന് ഫീമെയിലിന് പറയാം. അപ്പൊ നോക്കണേ, പയ്യൻ പറയാണ് എല്ലാ വേരിയേഷൻ എന്തോ കോമഡി ഉണ്ട് എന്ന് വേരിയേഷൻ പറയുന്നുണ്ട്. എനിവേ ഇതില് പയ്യൻ പറയാണ്, സാറേ ഇതിലുള്ള കോമഡി എന്താന്ന് പറഞ്ഞാല് അതാണോ ചോദിച്ചത് അല്ലെ? എല്ലാ ഫീമെയിൽ വേൾഡിലും പൊതുവെ മെയിൽ ഉണ്ടാവും. ഫീമെയിൽ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് മെയിൽ ഉണ്ട്. റൈറ്റ്? വുമൻ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് മെൻ ഉണ്ട് ഇല്ലേ? ഷീ എന്ന് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഹീ ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഫീമെയിൽ വേർഡുകൾക്കൊക്കെ മെയിൽ അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ ജനറ്റിക്കലി നോക്കുമ്പോ എല്ലാ മെയിലിന്റെ ഉള്ളിലുമാണ് ഫീമെയിൽ ഉള്ളത്. റൈറ്റ്? നോക്കണേതാ? ഫീമെയിലുള്ളത് എക്സ് ആണ്. മെയിലിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? എക്സ് ഉണ്ട്. ഫീമെയിൽ ആക്കുന്ന സാധനം എക്സ് ആണെങ്കിൽ ഫർഹാൻ പറയുന്നുണ്ട് സാറേ ഗേൾസ് വന്ന് തള്ളും. സാരല്ലേടാ പോട്ടെ, ഓർക്കുള്ള പണി നമ്മൾ അല്ലാതെ ക്ലാസ് കൊടുക്കലുണ്ടല്ലോ, അതൊക്കെ നമുക്ക് സെറ്റ് ആക്കാം. ഇത് ശരിയല്ലേ? സംഭവം ശരിയല്ലേ? റൈറ്റ്? ഓക്കെ അല്ലേ? എടാ ഇത് റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും, അതിലെടുത്തോ ഫർഹാൻ. ഇനി ഇത് പറയാന്ന് പറഞ്ഞാൽ ന്യൂട്രീഷൻ. യെസ്, സംഭവം ശരിയല്ലേ? അപ്പോ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാ? മെയിലാണോ ഫീമെയിലാണോ? മെയിലാണ്. ഓരോന്നിലും എത്ര പ്രോബബിലിറ്റി? ഫാദർ ആണ് അല്ലെ? ഓരോന്നിലുള്ള പ്രോബബിലിറ്റി എത്രയാ? ഓരോ കുഞ്ഞും ജനിക്കുമ്പോ 50-50 ആണ് കേട്ടോ. അപ്പൊ ക്രോസിങ് പല രീതിയിൽ നിങ്ങളോട് ചോദിക്കും. ലോസ് ഓഫ് മെന്റൽ ചോദിക്കും. ഇതൊക്കെ സെറ്റ് അല്ലേ? യെസ് 1/2. ഹോമോസൈഗസ് ചോദിക്കാം, ഹെട്രോസൈഗസ് ചോദിക്കാം, ഡോമിനൻസ് ചോദിക്കാം, ലോസ് ഓഫ് മെന്റൽ ചോദിക്കാം, മെന്റൽ പയർച്ചെടി സെലക്ട് ചെയ്യാനുള്ള റീസൺസ് ചോദിക്കാം. ഇതൊക്കെ നിങ്ങൾ സെറ്റ് അല്ലേ? മുന്നോട്ട് പോയിക്കൂടെ? അപ്പൊ സെക്സ് ഡിറ്റർമിനേഷന്റെ കേസും
നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അതിൽ ആ ഒരു സംഭവം ഞാൻ ഒന്നിവിടെ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾ കാണുമ്പോൾ ആർക്കെങ്കിലും കിട്ടാത്ത സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നമുക്ക് ഇന്നത്തെ പരിപാടി എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. നോക്കണേ, ക്രോമസോമിന്റെ വലുപ്പത്തിലുള്ള വ്യത്യാസമൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചേക്കണം. ഇതാ, ഇതിൽ എക്സ് ക്രോമസോം രണ്ടും സെയിം ആണ്. യെസ്, താങ്ക് യു നിക്ക്. ഇതിലിതാ ഒന്ന് എക്സും ഒന്ന് വൈയും. നോക്കണേ, ഇതിൽ എക്സ് ക്രോമസോമിന് മദറിന്റെ അതേ എക്സ് ക്രോമസോമിന്റെ സൈസാണ്, സെയിം ആണ്. ഏത് റൈറ്റിംഗ് പാർട്ടാടാ? അത് ഞാൻ കാണിക്കാം കേട്ടോ, ബോർഡ് കാണിക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ എക്സ് ക്രോമസോം സെയിം ആണ്, പക്ഷെ ഈ വൈ ക്രോമസോം നോക്കുക ഒരു കുഞ്ഞൻ ക്രോമസോം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതാ വൈ ഉള്ളതാണ് കൊടുക്കുന്നത് എങ്കിൽ അത് മെയിൽ ചൈൽഡ് ആവുമല്ലേ ചെയ്യുന്നത്. അതേസമയം രണ്ട് എക്സ് ഉള്ളതാണ് കൊടുക്കുന്നതെങ്കിൽ കുട്ടി ഫീമെയിൽ ചൈൽഡ് ആവുമല്ലേ ചെയ്യുന്നത്. റെഡി ആണല്ലോ. വൈ ക്രോമസോം സ്മോൾ ആണ്. വേറൊരു ന്യൂസും കൂടെ ഉണ്ട്, കൊല്ലങ്ങൾ കഴിയുന്നതിനനുസരിച്ച് വൈ ക്രോമസോമിന്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെയാണെങ്കിൽ കുറച്ചു കാലം കഴിഞ്ഞാൽ മെയിൽനെസ് നഷ്ടപ്പെടാനുള്ള അഥവാ വൈ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അത് എവല്യൂഷനിൽ ഇതില് ജീനില് ഒരു പക്ഷെ ആ ക്രോമസോമിൽ മ്യൂട്ടേഷൻ നടന്ന് ആ സാധനം ചെറുതായി പോകുന്നതാവാം. മിക്ക സംഭവം ക്രോമസോമിന്റെ സൈസ് കുറയുന്നു എന്നുള്ളത് സത്യമാണ്. വിചാരിച്ച് നീയൊന്നും ഏതായാലും ഇല്ലാതാവില്ല, നമുക്കും കൂടെ കിട്ടും അല്ല. എക്സ് ആവാൻ ഒന്ന് മെയിൽ കൊടുക്കണ്ടേ? അതിന്റെ കഥകൾ രസകരമായ കഥയാണ്, നീ ഒന്ന് കുത്തിരുന്ന് ആലോചിക്കുക കേട്ടോ. അപ്പൊ ഏതോ ഒരാൾ അതിന്റെ ഇടയ്ക്ക് നമ്മളോട് ഇത് ചോദിക്കുന്നുണ്ട്, ബോർഡ് ഒന്ന് കാണിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ബോർഡ് ഒന്ന് കാണിക്കാം. ബോർഡ് കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും ബാക്കിയുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ ഇന്ന് ഇത്രയും മതി. ആൾമോസ്റ്റ് നമ്മൾ ആ ചാപ്റ്റർ കവർ ചെയ്തിട്ടുണ്ട്. എന്റെ ഓർമ്മയിലുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേരിയേഷൻ എന്താണ് എന്ന്, ലോ ഓഫ് സെഗ്രിഗേഷൻ പറഞ്ഞല്ലോ. സെറ്റ് അല്ലേ? ഇല്ലേ? സെറ്റ്. താങ്ക് യു നിക്ക്. അതിൻ്റെ ഇടയ്ക്ക് ഒരാളെ മിസ്സായി. എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യണം? യെസ്. വേറെന്തെങ്കിലും? ന്യൂട്രീഷൻ വിശാൽ. യെസ്. ബാക്കി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ. ഷെസിൻ, സജീവമായിട്ട് പങ്കെടുത്ത എൻ്റെ എല്ലാ മക്കൾക്കും ഒരുപാട് താങ്ക്സ്. ലോസ് ഒന്നുകൂടെ പറയണം? യെസ്, പറയാലോ. ഫസ്റ്റ് ലോ എന്താ? നീയൊക്കെ മിണ്ടിയല്ലോ. ഫസ്റ്റ് ലോ എന്താ? ലോ ഓഫ് ഡോമിനൻസ്. ഷെസിൻ, യെസ്. ഫസ്റ്റ് ലോ പറയുന്നത് എന്താ? രണ്ട് കോൺട്രാസ്റ്റിംഗ് അലൈൽസ് ഒരുമിച്ച് വന്നാൽ അതിലൊന്ന് എക്സ്പ്രസ് ചെയ്യും, മറ്റത് സപ്രസ്ഡ് ആയി പോകും. ഇപ്പൊ ഡിസിമിലർ അലൈൽസ് വന്നാൽ അതിലൊന്ന് എക്സ്പ്രസ് ചെയ്യുള്ളൂ. അതാണ് ലോ ഓഫ് ഡോമിനൻസ്. ഇനി അങ്ങനെ ഡിസിമിലർ അലൈൽസ് വന്നാൽ ഗ്യാമെറ്റ് ഫോം ചെയ്യുമ്പോൾ ആ അലൈൽസ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും, രണ്ടു വഴിക്ക് പോകും. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ഒരുമിച്ച് വന്നാൽ ക്യാപിറ്റൽ ടി ഒരു ഗ്യാമറ്റിലേക്കും സ്മോൾ ടി വേറൊരു ഗ്യാമറ്റിലേക്കും സെപ്പറേറ്റ് ചെയ്യും. അതാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ. റെഡി അല്ലേ? ഇനി അടുത്തത് ഇത് ലോ ഓഫ് സെഗ്രിഗേഷൻ. ഇനി ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറയുമ്പോൾ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ജീൻ പോലെ നമുക്ക് എത്ര ജീൻ വേണം? 2. ഈ ജീൻ്റെ അലൈന് ഇതിന്റെ കൂടെയോ കൂടിച്ചേരാൻ ഗ്യാമെറ്റ് ഉണ്ടാവുമ്പോൾ അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കൂടിച്ചേരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ആറിന് വേണമെങ്കിൽ ക്യാപിറ്റൽ വൈന്റെ കൂടെ പോവാം, ക്യാപിറ്റൽ ആറിന് വേണമെങ്കിൽ എന്തിന്റെ കൂടെ പോവാം? സ്മോൾ വൈന്റെ കൂടെ പോവാം. ഇതേപോലെ സ്മോൾ ആറിന് വേണമെങ്കിൽ ക്യാപിറ്റൽ വൈന്റെ കൂടെയും പോവാം, സ്മോൾ വൈന്റെ കൂടെയും പോവാം. അപ്പൊ സ്മോൾ ആർ റിസീവ് ആണെന്ന് വിചാരിച്ചിട്ട് അത് പോകാതിരിക്കുന്നില്ല. ഇറ്റ് ഹാസ് ദി ഫ്രീഡം, ഇറ്റ് ഹാസ് ദി ഇൻഡിപെൻഡൻസ്. സ്മോൾ ആറിന് ക്യാപിറ്റൽ വൈന്റെ കൂടെ പോവാം, സ്മോൾ ആറിന് വേണമെങ്കിൽ ആരുടെ കൂടെയും? സ്മോൾ വൈന്റെ കൂടെയും പോവാം. അപ്പൊ ഒരു ജീനിന്റെ അലൈന് വേറൊരു ജീനിന്റെ അലൈന്റെ കൂടെ. അതെ. അതുകൊണ്ടാണ് യെസ് നിക്ക്. മറന്നാലൊന്ന് ഗ്രൂപ്പിൽ അവിടെ ചോദിച്ചാൽ മതി കേട്ടോ. പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്. ഒരു ജീനിന്റെ അലൈല് വേറൊരു ജീനിന്റെ അലൈലിന്റെ കൂടെ. അപ്പം മിനിമം 2 ജീനെങ്കിലും വേണം. 3 ജീൻ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് നടക്കും. 4 ഉണ്ടെങ്കിൽ പൊരിഞ്ഞ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് ആയിരിക്കും. മിനിമം 2 എണ്ണം വേണം. അതുകൊണ്ടാണല്ലോ മെന്റൽ ഡൈഹൈബ്രിഡ് ക്രോസിലല്ലേ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറഞ്ഞത്. അത് നിങ്ങളെ ചോദ്യം, എന്തുകൊണ്ടാണ് മെന്റൽ ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്തത്? ഡൈഹൈബ്രിഡ് ക്രോസ് ചെയ്താലേ നമുക്ക് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറയാൻ പറ്റും. ഒരു ജീന്റെ അല്ലെങ്കിൽ വേറൊരു ജീന്റെ അല്ലെങ്കിലായിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലേ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. സെറ്റ് അല്ലേ? ഓക്കെ ആണോ മക്കൾസ്? ചോദിച്ചാൽ പോയാ? യെസ്, വേരിയേഷൻ. ഓക്കെ. അപ്പൊ താങ്ക് യു ഓൾ. ഒരു അടിപൊളി ഗുഡ് നൈറ്റ്. താങ്ക് യു.